കേൾക്കാവല്ലോ അല്ലേ? എല്ലാവർക്കും കേൾക്കാവല്ലോ അല്ലേ? അതെ, കേൾക്കാം. യെസ്. എല്ലാവരും നമ്മളിന്ന് എന്താ പറയാ, ആദ്യത്തെ 5 നാമത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ ലളിതാ സഹസ്രനാമം തുടങ്ങുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ലളിതാ സഹസ്രനാമം തുടങ്ങുമ്പോൾ നമ്മൾ അമ്മയോടുകൂടി ഒരു പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടി തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അമ്മയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന പ്രവേശിക ഒരിക്കലും ചെറുതാകത്തല്ലോ. എല്ലാവരും ഒരു നെയ്വിളക്ക് കരുതിയിട്ടുണ്ടോ? ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഒരു നെയ്വിളക്ക് നമുക്ക് സമയാചാര തൽപരയായിട്ടുള്ള അമ്മയിലൂടെ നമുക്ക് തുടങ്ങാം. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു അമ്മയിലേക്ക് കടക്കേണ്ടുന്ന ഒരു പ്രവേശികയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ അനുഭൂതി നൽകുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ മാത്രം കൃപയാണ്. അതിലെനിക്ക് യാതൊരു പങ്കുമില്ല. ഇത് വളരെയധികം സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തതിനു ശേഷം നട്ടെല്ല് നിവർത്തി പിടിച്ചിരിക്കുക. പതിയെ കണ്ണുകൾ അടയ്ക്കുക. ഈ ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാതിരിക്കാനും ശ്രമിക്കുക. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരം. എല്ലാവരും പതിയെ കണ്ണുകൾ അടയ്ക്കുക. ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ശ്വാസം അകത്തേക്കും പുറത്തേക്കും പോകുന്നതായി അനുഭവിക്കുക. ശ്വാസത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കുക. ശ്വാസം മൂക്കിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നതും തൊണ്ടയിലൂടെ ഹൃദയത്തിലൂടെ വയറ്റിലേക്ക് പ്രവേശിക്കുന്നതും അറിയുക. വയറെന്ന് പറഞ്ഞാൽ ഉജ്ജ്വലമായ സ്ഥലമാണ്. മണിപൂര ചക്രത്തിന്റെ സ്ഥലമാണ്. ജഠരാഗ്നി ജ്വലിക്കുന്ന സ്ഥലമാണ്. ഓരോ ശ്വാസവും അകത്തേക്ക് പോകുമ്പോൾ വയറിൽ ഒരു ഹോമകുണ്ഡം ജ്വലിക്കുന്നതായി അനുഭവിക്കുക. ശ്വാസം അകത്തേക്ക് പോകുന്നു, പുറത്തേക്ക് വരുന്നു. അതോടൊപ്പം വയറ്റിൽ ഒരു അഗ്നികുണ്ഡം പതിയെ ജ്വലിക്കുകയാണ്. നെയ്ത്തിരി നാളത്തെ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരിക. നെയ്ത്തിരി നാളത്തെ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നെയ്യിന്റെ സുഗന്ധവും കൂടി അനുഭവിക്കാൻ ശ്രമിക്കുക. ഇനി ഓരോ ശ്വാസവും അകത്തേക്ക് വരുമ്പോൾ നെയ്യിന്റെ ഗന്ധം കൂടി വയറ്റിലേക്ക് പതിയെ പതിയെ കടന്നു വരുന്നു. ജ്വലിക്കുന്ന ജഠരാഗ്നി ജ്വലിക്കുന്ന ഹോമകുണ്ഡത്തിലേക്ക് പതിയെ നെയ്യ് അർപ്പിക്കുകയാണ് എന്ന് മനസ്സിൽ സങ്കല്പിക്കുക. ഓരോ ശ്വാസവും അഗ്നിയുടെ ചലനമായി ജഠരാഗ്നി ജ്വലിക്കുന്ന ഉദരത്തിലേക്ക് നമ്മുടെ ആഹൂതിയായി അർപ്പിക്കുക. ഓരോ ശ്വാസവും നെയ്ത്തിരിനാളത്തിന്റെ സുഗന്ധമായി ജ്വാലയായി വയറ്റിലേക്ക് പതിയെ 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 പൂർണ്ണമായും ശ്രദ്ധ ശ്വാസത്തിലേക്ക് വരിക. ശ്വാസത്തിനൊപ്പം സഞ്ചരിക്കുക. ജഠരാഗ്നി ജ്വലിക്കുന്ന വയറിനെ അറിയുക. ഓരോ ശ്വാസവും നെയ്യഭിഷേകമാണ് ജഠരാഗ്നിയിലേക്ക്. സ്മരം യോനി ലക്ഷ്മി ഹൃദയനിരമാധോ തവ മനോ നിധായകേ നിത്യ നിരവധി മഹാഭോഗരസിക അർജന്തിത്വാം ചിന്താമണി ഗുണനിബദ്ധക്ഷവലിക ശിവാഗ്നൗ ജുഹന്ത സുരഭീവിധാരാപുരുഷരെ. നെയ്യിന് വയറ്റിലെ ജഠരാഗ്നിയിലേക്ക്
അർപ്പിക്കുമ്പോൾ ഈ മന്ത്രം അതിലൂടെ സഞ്ചരിക്കുന്നതായി അനുഭവിക്കുക. ഈ മന്ത്രം നിങ്ങൾക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശ്വാസത്തിലൂടെ ആ മന്ത്രം ഹൃദയത്തിലൂടെ ഉദരത്തിലേക്ക് എത്തി ജഠരാഗ്നി ജ്വലിക്കുന്ന നെയ്യിലേക്ക് അഭിഷേകം ചെയ്യുക. ഓം. ഈ ദിവ്യമന്ത്രം ആകാശത്ത് നിന്നും പതിയെ താഴേക്ക് വന്ന് ശിരസിലൂടെ പ്രവേശിച്ച് നമ്മുടെ ശരീരമാസകലം പടരുന്നതായി അറിയുക. മന്ത്രത്തിന്റെ അലയൊലി സ്പന്ദം ശരീരമാസകലം പടരും. ജഠരാഗ്നി ജ്വലിക്കുന്ന ഉദരത്തില് നെയ്യഭിഷേകമുണ്ട്. വളരെ ആശ്വസിപ്പിക്കുന്ന ചന്ദ്രപ്രഭ പോലുള്ളൊരു അഗ്നിയാണ്. അതിനൊപ്പം ശരീരമാസകലം പടരും. അഗ്നിയുടെ നനുത്ത ചൂടും പ്രണവത്തിന്റെ അലയൊലിയും ശരീരമാസകലം പടർന്നുകൊണ്ടേ വിശുദ്ധി ചക്രത്തിലേക്ക് തൊണ്ടയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. തൊണ്ടയിൽ 16 ദളങ്ങളുള്ള ഒരു താമര വിരിഞ്ഞു വരുന്നതായി അനുഭവിക്കുക. അതെ, 6, 7, 8, 9, 10, 11, 13, 14, 15, 16 ഇതളുകളുള്ള ഒരു താമര തൊണ്ടയിൽ വിശുദ്ധി ചക്രത്തിൽ വിടർന്നു വരുന്നതായി അനുഭവിക്കുക. ഈ 16 ദളമുള്ള താമരയിൽ പ്രകാശിക്കുന്ന നെയ്ത്തിരി നാളത്തിന്റെ സുഗന്ധമുണ്ട്. പ്രകാശിക്കുക. വിശുദ്ധിയിലെ തൊണ്ടയിലെ താമരയിതളുകൾ ഊർജപ്രവാഹമായി ശരീരം മുഴുവൻ സഞ്ചരിക്കും. ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഹൃദയത്തിലേക്ക് ശ്രദ്ധയെ ആകർഷിക്കുക. ശ്വാസത്തിന് ഹൃദയത്തിൽ 12 ഇതളുകളുള്ള ഒരു താമരയാണ് വിരിഞ്ഞു നിൽക്കുന്നത്. 12 ഇതളുകളിൽ നെയ്ത്തിരി നാളം തെളിഞ്ഞതായി അനുഭവിക്കും. തൊണ്ടയും ഹൃദയവും നെയ്ത്തിരി നാളത്തിനാണ് പ്രകാശത്താൽ സ്പന്ദനത്താൽ മുഖരിതമാകുന്നതായി. വയറ്റിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. 10 ഇതളുള്ള ഒരു താമര മണിപൂര ചക്രത്തിൽ വിടർന്നു നിൽക്കുന്നതായി അനുഭവിക്കുക. നാഭിപ്രദേശം മുഴുവൻ വിടർന്ന താമരയാലും നെയ്ത്തിരി നാളത്താലും ജ്വലിച്ച് ഉജ്ജ്വലമായി ശരീരത്തിൽ അനുഭൂതി പകരുന്നത് അനുഭവിക്കുക. അനുഭൂതി ചക്രത്തില് ആ ജ്വലിച്ചു നിൽക്കുന്ന താമരയിലേക്ക് ശ്രദ്ധ. ശ്വാസം അകത്തേക്ക് വരും, പുറത്തേക്ക് പോകും.
വിശുദ്ധി ചക്രത്തിലും ഹൃദയചക്രത്തിലും മണിപൂര ചക്രത്തിലും താമര വിരിഞ്ഞു നിൽക്കുകയാണ്. സ്വാധിഷ്ഠാനത്തിൽ 6 ഇതളുകളുള്ള ഒരു താമര വിരിഞ്ഞു നിൽക്കുന്നതായി സ്വാധിഷ്ഠാനം ലഭിച്ചുകൊണ്ടേ അനുഭൂതിദായകമായ ചൂടും സ്പന്ദനവും അവിടെ അനുഭവിക്കാം. തൊണ്ടയിൽ, ഹൃദയത്തിൽ, മണിപൂരത്തിൽ, സ്വാധിഷ്ഠാനത്തിൽ വിടർന്നു നിൽക്കുന്ന താമരയിലെ ഈ പ്രകാശത്താൽ ജപിച്ച് മൂലാധാരത്തിലേക്ക് ശ്രദ്ധ ഒരു 4 ഇതളുകളുള്ള ഒരു താമര വിരിഞ്ഞു നിൽക്കുന്നതായി ശ്രദ്ധിക്കുക. അതിലും നെയ്ത്തിരിനാമം തെളിഞ്ഞിരിക്കുന്നു. വിശുദ്ധി ചക്രം, ഹൃദയചക്രം, നദീചക്രം, സ്വാധിഷ്ഠാന ചക്രം, മൂലാധാര ചക്രം, ഇതിലെല്ലാം പ്രകാശം, നെയ്ത്തിരിനാമം, സ്പന്ദനം അനുഭവിക്കും. ഇനി പതിയെ അകലിലൂടെ ഊർജം മുകളിലേക്ക് സഞ്ചരിക്കുകയും ആജ്ഞാചക്രത്തിൽ പുരികങ്ങൾക്ക് നടുവിൽ 2 ഇതളുള്ള താമരയായി ജ്വലിച്ച് നെയ്ത്തിരിനാളത്തോടുകൂടി നിൽക്കുന്നതിന് അനുഭവിക്കുക. അജ്ഞാചക്രം, ബുദ്ധിചക്രം, ഹൃദയചക്രം, നാഭീചക്രം, സ്വാധിഷ്ഠാന ചക്രം, നിരാധാര ചക്രം എല്ലാം നെയ്ത്തിരിനാളത്തിനാണ് സ്പന്ദിക്കുക. പതിയെ ശിരസിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. അവിടെ അനന്ത ഇതളുകളോടുകൂടി 1000 ഇതളുള്ള താമരയായി സങ്കല്പിക്കുക. ശിരസ് മുഴുവൻ പ്രകാശത്താലും നെയ്ത്തിരിനാളത്താലും നിറഞ്ഞതായി അനുഭവിക്കുക. ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. ശരീരം സമുജ്വലമായി ശാന്തമായി സ്പന്ദിക്കുന്നതറിയില്ല. ഉമ്മയുടെ മുഖം, സുന്ദരമായ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓംകാരം ശരീരമാസകലം പടരുന്നതായി അനുഭവിക്കുക. സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി. ദീർഘമായി 3 പ്രാവശ്യം ശ്വാസം എടുക്കുക. അതിനുശേഷം ശാന്തമായ ഹൃദയത്തോടുകൂടി പതിയെ 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 മാത്രം കണ്ണുകൾ തുറക്കുക. ദീർഘമായി 3 ശ്വാസം എടുക്കുക. അതിനുശേഷം വളരെ ശാന്തമായി 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 കണ്ണുകൾ തുറക്കുക. ആമേൻ.
അമ്മയുടെ ഉജ്ജ്വലമായ പാതയിലൂടെയാണ് നാം സഞ്ചരിച്ചത്. നിങ്ങൾക്ക് എന്ത് അനുഭവമാണോ ലഭിച്ചത് അതുള്ളിൽ വയ്ക്കുക. ഇത് ചെയ്യുമ്പോൾ സുഖം തോന്നുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കൂടുതൽ വൈബ്രേഷൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ഉപയോഗിക്കുക. ശബ്ദം കേൾക്കുന്നില്ലേ? വോയിസ് ക്ലിയറിലാന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ട്. അപ്പോ മെസ്സേജ് ചെയ്ത ആൾക്ക് ശബ്ദം എന്തെങ്കിലും അവിടെ പ്രശ്നം ഉണ്ടായിരിക്കും. വോയിസ് ഒന്ന് കൂട്ടിയാൽ മതി. ഓക്കെ. അപ്പൊ നമ്മളിന്ന് 5 നാമങ്ങളെയാണ് നോക്കാൻ പോകുന്നത്. ഇത് ലളിതാ സഹസ്രനാമത്തിലെ ആദ്യത്തെ സ്തോത്രമാണ് ദാനം. അതുകൊണ്ടാണ് അമ്മയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ നമ്മളൊരു നെയ്ത്തിരി നാളം കുളത്തി വെച്ചത്. ബ്രേക്ക് ആവുന്നുണ്ട് വോയിസ്. സൂരജ് എന്ന് പറയുന്ന ആള് ഇതാക്കുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ. ഇവിടെ പുറത്ത് നല്ല മഴയുണ്ട്, അതിന്റെ ആവും ചിലപ്പം. എന്തായാലും ഓക്കെ. അപ്പോ അമ്മയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അമ്മയുടെ ആ മഹത്വം എത്ര പറഞ്ഞാലാണ് നമുക്ക് തീരുക. അമ്മയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ മന്ത്രം നോക്കുമ്പോൾ ശ്രീമാത എന്ന് പറയുന്ന മന്ത്രം മാത്രം എടുക്കുക, അതിനെ ഒന്ന് തിരിച്ചു പറയുക. താ മാ ശ്രീ. ഇതിന്റെ അർത്ഥം എന്താണ്? അമ്മേ, എനിക്ക് ശ്രീ ഐശ്വര്യം തന്നാലും എന്നാണ് അതിന്റെ അർത്ഥം. താ മാ ശ്രീ. ഇത് നമ്മൾ ശരിയായി മനസ്സിലാക്കിയാൽ തന്നെ ലളിതാ സഹസ്രനാമത്തിലേക്കുള്ള പ്രവേശിക ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അമ്മയെ ഞാൻ എങ്ങനെയാണ് അനുഭവിച്ചത് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. കാരണം നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ടായിരിക്കും, സാധന ചെയ്യുന്നുണ്ടായിരിക്കും, ജപം നടത്തുന്നുണ്ടായിരിക്കും. ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് ഉണ്ടാവുക. അപ്പൊ എന്നിലേക്ക് എങ്ങനെയാണ് അമ്മ പ്രവഹിച്ചത്, അമ്മ എന്നിൽ എന്ത് അനുഗ്രഹമാണ് ചൊരിഞ്ഞത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അമ്മ എന്ന് പറഞ്ഞാൽ കുറച്ചു വർഷം മുന്നേ യാതൊരു കാര്യത്തിലും ഒരു ബോധ്യവും ഇല്ലാതിരുന്ന എനിക്ക്, ഇപ്പോഴും വലിയ ബോധ്യമില്ല, അത് പോട്ടെ, എന്നിലൂടെ സൗന്ദര്യലഹരിക്കും ലളിതാ സഹസ്രനാമത്തിനും 2 പുസ്തകങ്ങൾ അമ്മ സംഭവിപ്പിച്ചുവെങ്കിൽ അമ്മയുടെ അനുഗ്രഹം എത്രത്തോളം മനോഹരമായി പ്രവഹിച്ചിട്ടുണ്ടായിരിക്കും. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ഗർഭപാത്രത്തിൽ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ശയിക്കുമ്പോൾ വെളിച്ചമാണോ ഇരുട്ടാണോ ഉണ്ടായിരുന്നത്? ഇരുട്ടിലാണ് നാം ശയിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇരുട്ടിലോട് നമുക്ക് ഏറ്റവും ഇഷ്ടം. ഉറങ്ങുന്ന സമയത്ത് വെളിച്ചത്തുറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഇരുട്ടത്തുറങ്ങാൻ നമുക്ക് രസമാണ് താൻ. അല്ലെങ്കിൽ നമ്മുടെ സൗഖ്യമായിട്ടുള്ള അവസ്ഥ ഇരുട്ടത്താണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ, ഇരുട്ടിലാണ് നാം അമ്മയുടെ ഗർഭപാത്രത്തിൽ 10 മാസം ശയിച്ചത്. ഇരുട്ടിലെ വെളിച്ചമാണ് അമ്മ. ഇപ്പൊ നമ്മള് കണ്ണടച്ച് ധ്യാനപൂർവം നെയ്ത്തിരി കാര്യങ്ങളൊക്കെ കത്തിക്കാൻ പറഞ്ഞപ്പോ കണ്ണടച്ച ഇരുട്ടിലാണ് നമ്മൾ പ്രകാശം സൃഷ്ടിച്ചത്. പ്രകാശമാണോ ഇരുട്ടാണോ വിപുലമായത് എന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഇരുട്ട് എന്നായിരിക്കും. കാരണം പ്രകാശം കുറച്ചു കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ടാൽ അവസാനിക്കും. സൂര്യൻ പോലും കുറെ നാൾ ജ്വലിച്ചു നിന്നാൽ പിന്നീട് അസ്തമിച്ചു പോകും. എന്നിട്ട് അത് തമോഗർത്തമാകും, ബ്ലാക്ക് ഹോൾ ആകും എന്നാണ് പറയുക. പിന്നീട് അതിൽ പ്രകാശം വീണാൽ പോലും തിരിച്ചു വരാൻ കഴിയില്ല. പ്രകാശത്തിന് പോലും പുറത്തേക്ക് വരാൻ കഴിയാത്ത അത്രയും അഗാധമാണ് ഇരുട്ടെങ്കിൽ ഇരുട്ടിനല്ലേ ശക്തി കൂടുക. ഇരുട്ടിൽ വെച്ചല്ലേ നമ്മളെല്ലാം പഠിച്ചത്. അമ്മ എന്ന് പറയുന്ന ആ വിസ്മയം ഇരുട്ടിൽ വെച്ച് ഏകകോശ ജീവിയായിരുന്ന നമ്മളെ 2ആക്കി, 4ആക്കി, 8ആക്കി, 16ആക്കി കോടാനുകോടി കോശങ്ങളായി വിഭജിച്ച് ഈ രൂപത്തിൽ എത്തിച്ചുവെങ്കിൽ അത് ഇരുട്ടിൽ അമ്മ നമ്മളിലൂടെ നടത്തിയ വിസ്മയമാണ്. 9-10 മാസം എന്ന് പറഞ്ഞാൽ, 10 മാസം എന്ന് തന്നെ എടുക്കാം, 9 മാസം ഉള്ളതിന്റെ കണക്ക് പിന്നീട് പറയാം. 10 മാസം ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് ആദ്യം നമ്മളിൽ ഉണ്ടായ കഴിവ് കേൾവിയാണ്. അമ്മ പറഞ്ഞത് കേട്ടാണ് നാം ഭാഷ പഠിച്ചത്. അതുകൊണ്ടല്ലേ മദർ ടങ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ മാതൃഭാഷയുടെ ട്രാൻസ്ലേഷൻ മദർ ലാംഗ്വേജ് എന്നല്ലേ വേണ്ടിയിരുന്നത്. മദർ ടങ് എന്ന് വെക്കാനുള്ള കാരണം അമ്മയാണ് അക്ഷരരൂപത്തിൽ നമ്മളിലേക്ക് പ്രകാശം നിറച്ചു തന്നത്. ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ പ്രകാശ രൂപത്തിലാണ് അറിവ് സ്പന്ദിക്കുന്നത്. പ്രകാശം
ഇരുട്ടിൽ നിന്നാണ് സംഭവിച്ചത്. കാരണം നമ്മളിലേക്ക് പ്രകാശ രൂപത്തിലെല്ലാം വന്നത് അമ്മയുടെ ഇരുട്ടിൽ നിന്നാണ്. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ സയൻസുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. കോശങ്ങളിലേക്ക് ഊർജം നൽകുന്ന സംവിധാനമാണ് മൈറ്റോകോൺട്രിയ. അപ്പൊ ഏകകോശമായിരുന്ന നമ്മളിലേക്ക് ഊർജമായി സ്പന്ദിച്ചതാരാണ്? ആ ഏകകോശത്തെ 4ആക്കി, 8ആക്കി, 16ആക്കി, 32ആക്കി, 64ആക്കി വിഭജിച്ച് അതിലേക്കെല്ലാം പ്രകാശം നിറച്ചതാരാണ്? അമ്മ എന്ന് പറയുന്ന അന്ധകാരത്തിൽ നിന്ന് പ്രകാശം നമ്മളിലേക്ക് വർഷിച്ച നിത്യ അത്ഭുതം. ഇനി മൈറ്റോകോൺട്രിയൽ ഈവ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേട്ടുകൊള്ളുക. മൈറ്റോകോൺട്രിയൽ ഈവ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ആ കാര്യത്തിൽ നിന്നാണ് നമുക്കെല്ലാം ലഭിച്ചത്. നമ്മുടെ ആദി മാതാവ് കറുപ്പായിരുന്നത്രേ, ആഫ്രിക്കയിലായിരുന്നത്രേ ആദി മാതാവ്. ഇത് സയൻസ് ആണ് പറയുന്നത്. ഇനി നമ്മുടെ കറുത്ത മാതാവ് എന്താണ്? ആദിമാതാവ് എന്ന് പറഞ്ഞ് സയൻസ് പറയുന്ന ആഫ്രിക്കയിലെ മാതാവാണ് നിൽക്കുന്നത്. നമ്മുടെ കറുത്ത മാതാവ് ആരാണ്? കാളി മാതാവല്ലേ? നീലക്കറുപ്പിലൂടെ നമ്മളിലേക്ക് പ്രവേശിച്ചത് കാളി മാതാവല്ലേ? എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ പൂർവികർ ഇത് പറഞ്ഞു വെച്ചു. ഗർഭപാത്രത്തിൽ നമ്മുടെ 10 മാസം കയ്യാളിയ കാലത്തിന്റെ മാതാവ് കാളിയാകും. അതിനുശേഷം ജീവിതം എന്ന് പറയുന്ന ഈ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഈ കാലത്തെ കൈയാളുന്നതുമാരാണ്? കാളിമാതാവാണ്. അപ്പോൾ നമ്മുടെ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നമ്മളെ നയിച്ചത് ഗർഭപാത്രം മുതലേ അമ്മയാണ്. ഇതുകൊണ്ടാണ് ഒരു കുഞ്ഞ് കരയുന്ന സമയത്ത് അമ്മ മാറോട് ചേർത്ത് പിടിച്ചാൽ കുഞ്ഞിന്റെ കരച്ചിൽ മാറും. അസുഖം കൊണ്ടാണെങ്കിൽ മാത്രമേ അവൻ തുടർന്ന് കരയുകയുള്ളൂ. അതിന്റെയും കാരണം എന്താണ്? ഗർഭപാത്രത്തിൽ വെച്ച് 10 മാസം നമ്മൾ കേട്ട ഒരേ ഒരു സ്പന്ദനം അമ്മയുടെ ഹൃദയ താളമാണ്. ഇതിനെ സ്പന്ദം എന്ന് വിളിക്കുമ്പോൾ ലളിതാശാസ്ത്രവുമായി തന്ത്രയുമായി ബന്ധപ്പെടുത്തി പ്രതിസ്പന്ദം എന്നുകൂടി വിളിക്കേണ്ടിയിരിക്കുന്നു. സ്പന്ദ പ്രതിസ്പന്ദം. നമ്മളിൽ ഒരു സ്പന്ദം ഉണ്ടാകും, അതിന്റെ പ്രതിസ്പന്ദം പ്രപഞ്ചത്തിലേക്ക് വരികയും ചെയ്യും. അപ്പൊ ഗർഭപാത്രത്തിൽ വെച്ച് നമ്മളെ എല്ലാം 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 പഠിപ്പിച്ച് വെളിച്ചം നൽകി ഇവിടേക്ക് അയച്ച കാളിമാതാവിനെ നമ്മൾ നിരന്തരം സ്മരിക്കണ്ടേ? ദശമഹാവിദ്യയിൽ ആദ്യം വരുന്ന ദേവതയും ദേവിയും കാളിയാണ്. എന്തുകൊണ്ടാണ് കാളി ആദ്യം വന്നത്? കാരണം അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക്. ഇനി നമ്മൾ കേട്ടിട്ടുള്ള ഒരു കവിതയെ ഒന്ന് മനനം ചെയ്തു നോക്കി. ദുഃഖം വെളിച്ചമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. കാരണം നമ്മുടെ സുഖങ്ങൾ മുഴുവൻ നമ്മൾ ആസ്വദിക്കാനും അനുഭവിക്കാനും തുടങ്ങിയത് അമ്മയുടെ ഗർഭപാത്രത്തിലെ ഇരുട്ടിൽ വെച്ചാണ്. പഞ്ചതന്മാത്ര സായക എന്ന് പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. പഞ്ചതന്മാത്രകളിലൂടെയാണ് നമുക്ക് കാഴ്ചയും കേൾവിയും സ്പർശവും ഒക്കെ ഉണ്ടാകുന്നത്. പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നുണ്ടായി വരുന്നതാണ് പഞ്ചഭൂതങ്ങളിൽ നിന്ന് പഞ്ചേന്ദ്രിയങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതിന്റെ കഴിവ് നൽകുന്നത് പഞ്ചതന്മാത്രകളാണ്. അതിൽ ആയുർവേദത്തിൽ പഞ്ചീകരണം എന്നൊക്കെയുള്ള പഠനമുണ്ട്. അപ്പോ പഞ്ചതന്മാത്രകളിലേക്ക് കണ്ണിന്റെ അവിടെ ഒരു കുഴിയുണ്ട്, ഈ സാധനവും ഉണ്ട്, കണ്ണുമുണ്ട്. പക്ഷെ അതിലേക്ക് പഞ്ചതന്മാത്ര, അതിന്റെ കാഴ്ചയാകുന്ന തന്മാത്രയെ വികസിപ്പിച്ചിട്ടില്ലെങ്കിൽ ജനിക്കുന്ന കുഞ്ഞിന് കാഴ്ച നഷ്ടപ്പെടും. അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ പൊക്കിൾ കൊടിയിലൂടെ കുഞ്ഞിലേക്ക് ഇത് എത്തിച്ച് ഇന്ദ്രിയങ്ങളിലേക്ക് പഞ്ചതന്മാത്രകളായി വിഭജനം നടത്തി കാഴ്ചയും കേൾവിയും സ്പർശവും രുചിയും ഗന്ധവും എല്ലാം നൽകിയത് ഇരുട്ടിലെ മാതാവാണ്. ആരാണ് ഇരുട്ടിന്റെ മാതാവ്? കാളി മാതാവ്. അപ്പൊ കാളി മാതാവിനെ എത്ര മനോഹരമായിട്ട് നമുക്ക് ആരാധിക്കണം. സമയത്തിന്റെ മാതാവാണ്. കാലത്തെ കൈയാളുന്നവളാണ് കാളി. ഈ കാലത്തെ കൈയാളുന്ന കാളിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാലത്തെ ഭദ്രമാക്കുകയും ചെയ്യാം. ആ സങ്കല്പം എന്താണ്? ഭദ്രകാളി. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ വെറുതെ പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്ത് കാര്യത്തിനാണോ പോകുന്നത് അതിനെ ഭദ്രമാക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ആരെ പ്രാർത്ഥിക്കാം? ഭദ്രകാളിയെ പ്രാർത്ഥിക്കാം. ഭദ്രകാളി ഒരു ഘോരരൂപിണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഗർഭപാത്രത്തിൽ ഇരുട്ടിൽ വെച്ച് സകലമാന കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ച് നമ്മളെ ഇത്രമാത്രം ജീവിതത്തിലേക്ക് പക്വമായി പാകപ്പെടുത്തി ഇവിടെ വിട്ടിട്ടുണ്ടെങ്കിൽ കാളി ഭയപ്പെടേണ്ടുന്നവളാണോ? അമ്മേ എന്ന് വിളിച്ചാൽ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അതുകൊണ്ടാണ് ശ്രീ മാതാ എന്ന് പറഞ്ഞാൽ താ മാ ശ്രീ. പ്രിയപ്പെട്ട അമ്മേ, ബഹുമാനപ്പെട്ട അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് തരൂ ശ്രീ.
ഇത് നമ്മൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തേക്കല്ല ചോദിക്കേണ്ടത്, അകത്തേക്കാണ് ചോദിക്കേണ്ടത്. കാരണം എവിടെയാണ് അമ്മയുടെ വാസസ്ഥലം? നമ്മുടെ തന്നെ അകത്താണ്. അകത്തിരിക്കുന്ന അമ്മയെ പുറത്തു തിരഞ്ഞാൽ കിട്ടുമോ? ഏറ്റവും മനോഹരമായി കാളിമാതാവിനെ ആരാധിച്ച ആളെ നമ്മൾ കണ്ടിട്ടുണ്ട്, രാമകൃഷ്ണദേവൻ. അമ്മ യന്ത്രം, ഞാൻ യന്ത്രി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അമ്മയെല്ലാം നടത്തിത്തരുമെന്ന് നമുക്കുറപ്പില്ലാത്തതിനാലാണ് നമ്മുടെ പല കാര്യങ്ങളും നടക്കാത്തത്. കാലത്തെ നമ്മൾ ഒരാളെ കാണാൻ പോകുന്ന സമയത്തിന് വരണം എന്ന് പറയാം. സമയത്തിന് വരണം എന്ന് പറഞ്ഞാൽ എന്താ? കാളിയെയും കൊണ്ട് വരണം. സമയത്ത് ഭക്ഷണം കഴിക്കണം, കാളിക്ക് ഭക്ഷണം കൊടുക്കണം. സമയം എന്നെടുത്താൽ തന്നെ എല്ലാം, മയം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടിയതാണ്. സ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ കണ്ടു, സ എന്ന് പറഞ്ഞാൽ സായും പായും പ്രകൃതി സ്വരമാണ്, ബാക്കി അഞ്ചെണ്ണം വികൃതിയാണ്. അപ്പൊ സ മയം എന്ന് പറഞ്ഞാൽ സ എന്ന് പറയുന്ന ഒരിക്കലും മാറാത്ത കാലത്തിന്റെ അതിഥിയായ കാളിയിൽ ലയിക്കുക എന്നാണ് അർത്ഥം. ഇനി ഗർഭപാത്രത്തിൽ കിട്ടാത്ത എന്താണ് ഭാവിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? ഗർഭപാത്രത്തിൽ വെച്ച് ഇന്ദ്രിയശേഷി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ കഴിയും. ഭാഷ ലഭിച്ചിട്ടില്ലെങ്കിൽ ഭാഷ മനസ്സിലാക്കാൻ കഴിയും. എല്ലാം 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 നമുക്ക് നൽകിയിട്ടുള്ളത് കാളിമാതാവാണ്, കറുത്ത അമ്മയാണ്. ശാസ്ത്രം പോലും അതിനെ രസകരമായിട്ടാണ് കണക്ട് ചെയ്യണത് അല്ലെ? മൈറ്റോകോൺട്രിയൽ ഈവ്, നമ്മുടെ ആദി മാതാവ് കറുത്തിട്ടാണ്. കറുപ്പിന്റെ ഉജ്ജ്വലത നമുക്ക് മനസ്സിലാവില്ല. കണ്ണടച്ചാൽ ഒന്നും കാണില്ല എന്ന് പറയുന്നത് വെറുതെ അല്ലേ? കണ്ണടച്ചാൽ നമ്മൾ ഇരുട്ട് കാണുകയല്ലേ? അപ്പൊ നമ്മൾ ഈ ആദ്യം ചെയ്ത ആ ഒരു പ്രോസസ്സിൽ ഇരുട്ടിൽ നെയ്ത്തിരിനാളം കണ്ടവരുണ്ടായിരിക്കും, നെയ്ത്തിരിനാളം അനുഭവിച്ചവരുണ്ടായിരിക്കും. ഇതളുകളിലെല്ലാം നെയ്ത്തിരി കൊളുത്തി വെച്ചപ്പോൾ അതിന്റെ സുഗന്ധം അനുഭവിച്ചവരുണ്ടായിരിക്കും. കാളിയെ, അമ്മയെ നമുക്ക് ഉപാസിക്കാൻ കഴിഞ്ഞാൽ, ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രം ചൊല്ലിയിട്ട് മാത്രമല്ല നമ്മളിപ്പോ ഇവിടെ ചെയ്തത്. എന്തുകൊണ്ടാണ് ഒരു നെയ്ത്തിരി അല്ലെങ്കിൽ നെയ്വിളക്ക് നേരിട്ട് കൊളുത്തി വെക്കാഞ്ഞത് എന്ന് ചോദിച്ചാൽ, സമയാചാര പ്രകാരം എല്ലാ പൂജയും അകത്തേക്കാണ് ചെയ്യേണ്ടത്. സമയാചാര തൽപര, എല്ലാ ആചാരത്തിലും തൽപരയുള്ള ഇഷ്ടമുള്ളവളാണ് അമ്മ. അപ്പൊ കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ശ്വാസം ഒരു മാത്ര എന്നാണ് പറയുന്നത്. മാത്ര എന്ന് പറഞ്ഞാൽ കുറെ താമര നൂലുകൾ അടുക്കി വെച്ചിട്ട് അതിലേക്ക് ഒരു സൂചി കുത്തിയിറക്കിയാൽ ഒരു സൂചി ഒരു ഇലയിൽ നിന്ന് മറ്റേ ഇലയിലേക്ക് പോകുന്നതിനാണ് അത്ര മാത്ര എന്ന് പറയും. എത്രയും അടുപ്പാണെന്ന് നോക്കിയാൽ ആ ഓരോ മാത്രയിലും കാലമാണത്. ഓരോ ശ്വാസവും കാലമാണ്. നമ്മൾ 21,600 പ്രാവശ്യം ശ്വസിക്കും ഒരു ദിവസത്തിൽ. മിനിറ്റിൽ 15 പ്രാവശ്യം നമ്മൾ ശ്വാസം എടുക്കും. നമ്മുടെ ആയുസ് ഏകദേശം ആയുർവേദ പ്രകാരം പിടിച്ചാൽ 120. ശ്വാനന്മാര് വേഗത്തിലാ ശ്വസിക്കുക. അവരുടെ ആയുസ് ഏകദേശം 15 വർഷം. ആമ ഏറ്റവും ആയുസ്സുള്ള ഒരു ജീവിയാണ്. മിനിറ്റിൽ 4 പ്രാവശ്യമേ ശ്വസിക്കൂ. അപ്പൊ ശ്വാസം അകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിടുന്നതിന്റെ കാലം നമുക്ക് പരിമിതപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് ആയുസ്സിനെയും നിശ്ചയിക്കും. ഇത് ജീവികളിൽ തന്നെ പ്രകടമാണ്. അപ്പൊ ശ്വാസം എടുക്കുന്ന കാലം, ശ്വാസം പുറത്തേക്ക് വിടുന്ന കാലം, നമ്മൾ എന്തെല്ലാം ചെയ്യുമ്പോഴും അവിടെ എല്ലാം ആര് സ്പന്ദിക്കുന്നുണ്ടെന്നറിയാമോ? നമ്മുടെ അമ്മയായ കാളി, കാലത്തെ കൈയാളുന്ന കാളി. ഈ ചിന്തയോടുകൂടി ശ്വാസം അകത്തേക്ക് എടുക്കുന്ന മാത്രയിലും പുറത്തേക്ക് വിടുന്ന മാത്രയിലും കാളിമാ എന്നുള്ള ചിന്തയോടുകൂടി വിടാൻ കഴിഞ്ഞാൽ നമ്മൾ ഓരോ ശ്വാസത്തിലും ആരാധന, ഉപാസന, ബഹുമാനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഗർഭപാത്രത്തിൽ വെച്ച് ചെയ്ത കാര്യങ്ങൾ മാത്രമേ പുറത്തും നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി ഗർഭപാത്രത്തിൽ നമ്മൾ അമ്മയുമായി ഏത് ഭാഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരുന്നത്? പൊക്കിൾക്കൊടി ബന്ധം എന്ന് പറയും. നിങ്ങൾ ശരിക്ക് ശംഭോ എന്നൊന്ന് ജപിച്ചാൽ ശരിക്ക് ഉദരത്തിലാണ് കിട്ടുക. ശംഭോ എന്ന് പറഞ്ഞാൽ ഉദരത്തിൽ കിട്ടും, അതോടൊപ്പം ഇവിടെയും കിട്ടും. അമ്മയുടെ ഗർഭപാത്രത്തിൽ അമ്മയുമായി ബന്ധപ്പെട്ട ബന്ധം പൊക്കിൾക്കൊടിയാണ്. പക്ഷെ ആ പൊക്കിൾക്കൊടി അറുത്ത് ഈ ഭുവനത്തിലേക്ക് വന്ന് ഈ ഭുവനത്തിന്റെ ഈശ്വരിയായ ഭുവനേശ്വരിയും കാളിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെടാനുള്ള പൊക്കിൾക്കൊടി നേരെ പൊക്കിളിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് പോയി ആജ്ഞയിലേക്ക് വരേണ്ടി വരും. ഇതുകൊണ്ടാണ് ശംഭോ എന്ന് പറഞ്ഞ് നിങ്ങൾ 21 പ്രാവശ്യം, നമുക്ക് അതിന് സമയമില്ലാത്തത് കൊണ്ടാണ്, നാളെ രാവിലെ ഇരിക്കുമ്പോൾ 21 പ്രാവശ്യം ശംഭോ എന്ന് അറിഞ്ഞ് ജപിക്കുക. വയറ്റിലേക്ക് ആ സ്പന്ദനത്തെ എടുക്കുക. അതിനുശേഷം കുറച്ചു നേരം ഇരുന്നാൽ അതേ സ്പന്ദനം നിങ്ങൾക്ക് ആജ്ഞയിലും കിട്ടും. ആജ്ഞയിലും പ്രകാശം കിട്ടും, വയറ്റിലും പ്രകാശം കിട്ടും. ഈ ആജ്ഞയിൽ പ്രകാശം കിട്ടിയവർക്ക് മാത്രമേ
ആജ്ഞാപിക്കാൻ പാടുകയുള്ളൂ. ഇതാണ് നമ്മുടെ ഭാരതത്തിന്റെ രീതി. പക്ഷെ ആജ്ഞാപിക്കുന്നവരെയൊക്കെ ബോസ് എന്നാണ് വിളിക്കാറില്ല. ബോസ് എന്നോട് പറഞ്ഞങ്ങോട്ട് ചെയ്താൽ മതി, ഇതൊരു തരം ആജ്ഞയാണ്. പക്ഷെ ഭാരതത്തിന്റെ ആജ്ഞാചക്രത്തിൽ സ്പന്ദനമുണ്ടായി. പൊക്കിളും മൂന്നാം കണ്ണും തമ്മിലുള്ള കാലത്തെ അളന്ന് അതിൽ കാളിയെ പ്രതിഷ്ഠിച്ച് ശ്വാസത്തിലേക്ക് പ്രകാശം കടത്തിവിട്ടവന് മാത്രമേ ആജ്ഞാപിക്കാൻ പാടുകയുള്ളൂ. അതുകൊണ്ടാണ് ആജ്ഞാപിച്ചാൽ പ്രകൃതി നടത്തിത്തരും എന്ന് പറയുന്നത്. ആജ്ഞാപിക്കണമെങ്കിൽ കാലത്തെ അറിയണം, കാളിയെ അറിയണം. ഈ കാളി ഇരിക്കുന്ന സിംഹാസനത്തെയാണ് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ഇരിക്കുന്ന സിംഹാസനം മഹാസിംഹാസനമാണ്. ആ മഹാസിംഹാസനത്തിൽ നമ്മൾ അമർന്നിരിക്കുന്ന സമയത്ത് ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. എവിടെയാണ് ദേവി ഉദയം കൊണ്ടത്? ചിത്താകുന്ന അഗ്നിയിൽ. എന്തിനാണ് രൂപം കൊണ്ടത്? ദേവകാര്യ സമുദ്യത, ദേവന്മാരെ ഉദ്ധരിക്കാൻ വേണ്ടി. എന്താണ് ദേവത്വം? നമ്മുടെ ഉള്ളിലെ ദൈവീകതയെ, അമ്മയെ, കാളിയെ, മാതംഗിയെ, ഭുവനേശ്വരിയെ ഉണർത്തുന്നതിനുള്ള സിദ്ധിയെയാണ് നമ്മൾ ഉദ്ധാരണം എന്ന് പറയുക. ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കൊണ്ടുപോകലാണ്. അപ്പോ മൂലാധാരത്തിൽ നിന്നും ശ്വാസത്തെ ശിരസിലേക്ക് കൊണ്ടുപോകുന്ന ആ ഉദ്ധാരണത്തിന് വേണ്ടി ചിദഗ്നികുണ്ഡത്തിൽ ജനിച്ചവളാണ്, സംഭൂതയായവളാണ് ദേവി. അതിനെ അറിയണമെങ്കിൽ, ആ അറിവ് നമ്മളിലേക്ക് പകരണമെങ്കിൽ ആദ്യം നമുക്ക് ഉപാസിക്കേണ്ടത്, ആദ്യം നമുക്ക് കൂടെ കൂട്ടേണ്ടത് ഗർഭപാത്രത്തിൽ വെച്ചേ നമ്മളെ എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞ അമ്മയാണ്. ഇത് ഒരു പ്രോസസ്സും ചെയ്യാത്തവർക്കും ഇത് കിട്ടുമേ. ഒരു സാധന അത് സോക്കോൾഡ് സാധന എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സാധനം അതല്ലാതെ ചെയ്തു വെച്ചിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. ഞാൻ തലശ്ശേരി ഒരു കോളേജിൽ പോയിട്ട് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ആൺകുട്ടികളെയും പെൺകുട്ടികളൊക്കെ കിടത്തി നമുക്കൊരു ശ്വാസം ചെയ്യാമെന്ന് പറഞ്ഞ് നേരെ ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുപോയി. ഞാനിതൊന്നും പിള്ളേരിൽ പറയണമെന്നില്ല, ഞാൻ കൊണ്ടുപോകുന്നത് കാളിമാതാവിലേക്കാണ്. കാരണം ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നമ്മൾ കാളി എന്നൊന്നും പറയാൻ പാടില്ല, കാരണം വിവിധ മതക്കാരായിലുണ്ട്. അങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്ന ഗർഭപാത്രത്തിലേക്ക് ചെറുപ്പത്തിലേക്ക് കൊണ്ടുപോയി ഗർഭപാത്രത്തിലേക്ക് എത്തി. പിന്നെ ഒരു പ്രകാശം കാണുന്നു, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പിള്ളേർ അരമണിക്കൂറാണ് അനങ്ങാതെ കടന്നത്. അത് കഴിഞ്ഞിട്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഫൈനൽ ഇയറിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, സാറേ എനിക്കൊരു കാര്യം പറയേണ്ടത്. ചോദിച്ചാൽ എന്താ മോളെ ചോദിച്ചു. അല്ല, ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടായിരുന്നു? ഇല്ല സാറേ, നല്ല സുഖം, എനിക്കിങ്ങനെ എന്തൊക്കെയോ ഭാരമില്ലാതെ ഞാൻ പറന്ന് നടക്കുന്നത് പോലെ കാണും. പക്ഷെ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഞാൻ ഈ ഭാരമില്ലാതെ അങ്ങനെ പോകുന്ന സമയത്ത് ഞാനൊരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ ഞാനാണ്, പക്ഷെ അവർക്ക് 2 കുട്ടികളുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് സാറേ? കാരണം ഇത് വേറൊരു സ്ത്രീയാണ്, പക്ഷെ ഞാൻ എന്ന് പറയുന്ന എന്റെ ഉള്ളിൽ സ്പന്ദിക്കുന്ന ഞാൻ എന്ന ബോധവും ഞാൻ കണ്ട വേറൊരു സ്ത്രീയുടെ ബോധവും ഒന്നാണ്. അവർക്ക് 2 കുട്ടികളുമുണ്ട്. അപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റു. ഈ പെൺകുട്ടി എന്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക പ്രിയപ്പെട്ടവരെ? അവൾ ഗർഭപാത്രത്തിലേക്ക് തിരിഞ്ഞ് പുറകിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവൾ ഈ ജന്മത്തിന്റെ വാതിലും കടന്ന് കാലത്തിന്റെ കയ്യിലേറി കാളിമാതാവ് അവളെ ഒന്ന് കഴിഞ്ഞ ജന്മം കാണിച്ചു കൊടുത്തു. അവൾ വേറെ ആരോ ആയിരുന്നു. പക്ഷെ അവൾക്ക് ഞാനെന്ന് പറയുന്ന ബോധമില്ല. അവൾ ഒരു സാധനയും ചെയ്തിട്ടില്ല. പക്ഷെ ആ പറഞ്ഞ ഗർഭപാത്രത്തിലേക്ക് പോകുക എന്ന് പറയുന്ന കഴിഞ്ഞുവെങ്കിൽ കാലത്തിന്റെ മാതാവിന് എന്തെല്ലാം സാധിക്കും. ഞാൻ ഈ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് ഒരു സ്കൂളിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, ഒരു കവിയത്രിയാണ് ടീച്ചർ. ആ ടീച്ചർ നമ്മൾ മെനി മാസ്റ്റേഴ്സ് മെനി ലൈഫ്സ് എന്നൊക്കെ കേട്ടിട്ട് മറ്റേ ബ്രാൻഡ് വെൽസിന്റെ പുസ്തകം കേട്ടിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകമാണ്. ഈ ടീച്ചർക്ക് 3 ലൈഫ് ഓർമ്മയുണ്ട്. എന്നിട്ട് അവര് പാലക്കാട്, കോയമ്പത്തൂരൊക്കെ പോയിട്ട് അവരുടെ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പോയി. എന്നിട്ട് അന്ന് കാരണം ചെറുപ്പമാണ്, ഒരു 10-23 വയസ്സേ ഉള്ളൂ ടീച്ചർ. ആ കുട്ടിക്ക് അത് കണ്ടെത്തി. ആ ഒരു 23 വർഷം മുന്നേ പോയി കഴിഞ്ഞാൽ അതിന് മുന്നുണ്ടായിരുന്ന ആൾക്കാരെ കാണാം, എല്ലാം കണ്ടെത്തി. 3 ജന്മം ഇവർക്ക് ഓർമ്മ ഉണ്ട്, അവരെ കണ്ടെത്തുകയും ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാറിനെ പോലെ ഒരു പ്രാന്തനെ ഞാൻ തിരഞ്ഞെടുക്കുകയായിരുന്നു, ഇതൊക്കെ ആരുടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കണ്ടേ, ഞാനിതെല്ലാം കണ്ടു. അപ്പൊ ഞാൻ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് മാത്രമല്ല, അത് ആ രീതിയിലല്ല ഞാൻ എഴുതാൻ പോകുന്നത്. കാലം, അപ്പൊ ഞാൻ ടീച്ചർക്ക് പറഞ്ഞു കൊടുത്തു, കാലമാണ് ടീച്ചറെ അപ്പുറത്തേക്ക് കൊണ്ടുപോയത്. കാലത്തിന്റെ അധിപതി ആരാണ്? കാളിയാണ്. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വല്ലാത്തൊരു സംരക്ഷണ വലയത്തിലാണ്. കാരണം എന്താണെന്നറിയാം? ഇപ്പോൾ ജനിച്ച അച്ഛനും അമ്മയിലൂടെയും വന്ന നമ്മുടെ അനുഭവങ്ങൾ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിലുള്ളൂ. മറ്റുള്ള സ്ഥലത്തുള്ളതും കൂടി കയറി വന്നാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി?
ഇത് താങ്ങാനും കൂടി പറ്റിയിട്ടില്ലെങ്കിൽ ആകെ നമ്മൾ ഫെയ്ഡ് ഔട്ട് ആയി പോകും. അപ്പൊ സത്യത്തിൽ ഈ ജന്മത്തിൽ ഇപ്പോൾ ജനിച്ച അമ്മയിലും അച്ഛനിലും നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ ആ കാലത്തെ മാത്രമേ ഓർമ്മയായി അമ്മ ജ്വലിപ്പിച്ചു നിർത്തുന്നുള്ളൂ. നമ്മൾ ചില സ്ഥലത്ത് പോകുമ്പോ ആദ്യമായിട്ട് പോകുമ്പോ ആ സ്ഥലം പരിചയമുണ്ടെന്ന് തോന്നും, സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് തോന്നും. ഇപ്പോഴത്തെ പിള്ളേര് ദേജാവു ആണെന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ക്ലാസ്സിൽ ചോദിക്കും എന്താണ് ഈ ദേജാവു എന്ന് ചോദിക്കും. അപ്പൊ പിള്ളേര് പറയാ അല്ല അങ്ങനെ ചോദിക്കരുത്, ദേജാവു എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ട്, അതെന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ. അപ്പൊ അവരോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്, ഈ ജീവിതത്തിൽ ആദ്യമായിട്ട് പോകുന്ന നിങ്ങൾക്ക് എങ്ങനെ ആ സ്ഥലം പരിചയമുണ്ട്? പലപ്പോഴും നമ്മൾ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. നമ്മുടെ പ്രിയ മാതാവായിട്ടുള്ള കാളിയമ്മ കാലത്തിന്റെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് നമ്മളെ പലയിടങ്ങളിലേക്കും കൊണ്ടുപോകുന്നില്ലേ? അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നമ്മൾ ചില ആളുകൾക്ക് ഉണ്ടാവും, ആ അനുഭവം ഉണ്ടാകുന്ന സമയത്ത് വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാവും. ഇതെന്താണ് എന്ന് പിടുത്തം കിട്ടിയിട്ടില്ലെങ്കിലും ഇത് എന്തിന് സംഭവിക്കുന്നു എന്നുള്ളതിനവിടെ ഉത്തരമുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കാളി മാതാവിനെ നമ്മൾ ശരിക്കും ശ്വാസത്തിലൂടെ നമ്മളിലേക്ക് ആനയിക്കാൻ കഴിഞ്ഞാൽ പലതും 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 വിശുദ്ധമായത് നമ്മളിൽ സംഭവിക്കും. ഒരാളുമായിട്ടൊരു മെയിൻ അപ്പോയിന്റ്മെന്റിന് പോകുമ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി. വേണ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയ, കാരണം അയാളുമായി സംസാരിക്കുന്ന സമയം, കാലം 10 മിനിറ്റിനുള്ളിൽ ഒരാൾ സംസാരിച്ച് അത് ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ആ കാര്യം നേടിയെടുക്കണം. അപ്പൊ കാലം, ആ സമയത്തെ ഉപയോഗിച്ച്, നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തിൽ നമുക്ക് അനുകൂലമായ മറുപടി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആരെയാണ് ഉപയോഗിക്കുന്നത്? ആരുടെ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്? കാളിമാതാവിന്. കാലത്തെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ, കാളിയെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ, നിത്യജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ, ജനിച്ച് മരിക്കുന്നത് വരെ നമ്മുടെ കാലമാണ്. ഈ കാലത്തിൽ നിത്യനിരന്തരമായി അമ്മയെ ഓർത്തു വെക്കുക, അമ്മയിലേക്ക് സാധനാപൂർവം സഞ്ചരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ രഹസ്യം. കഴിഞ്ഞ ക്ലാസ്സിൽ കയറാത്ത കുറച്ച് ആൾക്കാർ ഇതിലുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി ഓടിച്ചു പറഞ്ഞു പോവാം. നമ്മൾ ഒരു വാദം വെച്ചാൽ 9 വാദം അമ്മ വെക്കും എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വാദം പുറത്തേക്കല്ല വെക്കേണ്ടത്, അമ്മയുടെ പാദം ആ കാലത്തിലേക്ക് നമ്മൾ അകത്തേക്ക് ഒരു പാദം വെച്ചാൽ നവദ്വാരങ്ങളിലൂടെയും 9 കൊട്ടവാതിലുകളിലൂടെയും അമ്മ ഉള്ളിലേക്ക് ഇരച്ചു വരും. കാരണം നമ്മുടെ ഒരു പാദം വെക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നമ്മൾ ആറ്റം ബോംബ് എന്ന് കേട്ടിട്ടുണ്ട്. ആറ്റം ബോംബിന്റെ നശീകരണ ശേഷി എത്ര വലുതാണ്, ലോകത്തെ മുഴുവൻ താക്കാം. അപ്പൊ കോടാനുകോടി ആറ്റങ്ങൾ കൊണ്ട് കാലത്തിലേക്ക് നമ്മളെ ഘടിപ്പിച്ച നമ്മുടെ ശരീര മനസ്സുകളുടെ ശേഷി എന്തായിരിക്കും? പഞ്ചതന്മാത്രകൾ എന്ന് തന്നെയാണ് ആയുർവേദത്തിന്റെ പടം, പഞ്ചീകരണം എന്നതിനെ പറയും. തന്മാത്ര ഉണ്ടായി വരൽ, കാരണം ഭക്ഷണത്തിൽ നിന്നാണ് തന്മാത്രകൾ ഉണ്ടായി വരുന്നത്. നമ്മൾ കഴിക്കുന്ന കുറച്ച് നാൾ ഭക്ഷണം കഴിച്ചിട്ട് എന്താവും? നമ്മൾ ക്ഷീണിച്ച് ശോഷിച്ച് ശരീരം മെലിയും. ഭക്ഷണം എന്ന് പറഞ്ഞാലും വളരെ രസകരമായ ഒരു വാക്കല്ലേ. അമ്മ ഇരുട്ടിൽ നിന്നും പ്രകാശം നമ്മളിലേക്ക് വെച്ചുവെങ്കിൽ അത് നമ്മളുടെ മാതാവായ അമ്മ കഴിച്ച ഭക്ഷണത്തിൽ നിന്നല്ലേ ഗർഭപാത്രത്തിൽ നമ്മൾ ഭക്ഷണം വലിച്ചെടുത്ത്? അത് പ്രകാശമല്ലേ? ഭ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം. ക്ഷണം എന്ന് പറഞ്ഞാൽ ഇൻവിറ്റേഷൻ. ഇപ്പൊ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ ക്ഷണിക്കൽ. അപ്പൊ നമ്മൾ കഴിക്കുന്നത് മാത്രമല്ല ഭക്ഷണം, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും സ്പർശിക്കുന്നതും എല്ലാം പ്രകാശമാണ്. വളരെ വിഷമത്തിൽ നിൽക്കുന്ന നമ്മുടെ ഒരു സുഹൃത്തിനെ, നമ്മുടെ ഭാര്യയെ, ഭർത്താവിനെ നമ്മൾ ഒന്ന് കൈകൊണ്ട് തൊട്ട് ചേർത്ത് പിടിച്ചാൽ 100 വാക്കുകൾ പറയുന്നതിനേക്കാൾ അനുഭവം അവിടെ ഉണ്ടാകും. സത്യത്തിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ? ഒരു സ്പർശത്തിലൂടെ ആശ്വാസത്തിന്റെ വെളിച്ചം. കാളിയമ്മയുടെ അനുഗ്രഹമല്ലേ അത്? ഇങ്ങനെ പറയുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും മറക്കുന്നതുമെല്ലാം കാളിയമ്മയാണെങ്കിൽ അമ്മയെ അറിയാൻ എന്ത് ചെയ്യണം? നമ്മൾ ഒരാൾ ചോദ്യം ചോദിച്ചിട്ട് നമ്മൾ അമ്മയെ അറിയാൻ ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ. കാരണം അമ്മയാണ് നമുക്ക് എല്ലാം തന്നത് എന്നങ്ങോട്ട് ഉറപ്പിക്കുക. കാരണം ഗർഭപാത്രത്തിൽ നമ്മളാണോ ശ്വസിച്ചത്? ഇനി നമ്മുടെ അമ്മയാണോ ശ്വസിച്ചത്? അമ്മയിലൂടെ നമ്മുടെ പൂർവികമായ അമ്മയല്ലേ ശ്വസിച്ചത്? അമ്മയില്ലെങ്കിൽ ഗർഭത്തിൽ കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ശ്വാസത്തിൽ അമ്മയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കാലത്തിലേക്ക് അമ്മയെ കൊണ്ടുവരണം. അതുകൊണ്ട് കാളിമാതാവിനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ അത് കറുപ്പിനുള്ളിൽ വെളിച്ചം വെച്ചിരിക്കുകയാണ്. വിജ്ഞാൻ ഭൈരവതന്ത്രയിലൊക്കെ കറുപ്പുമായി ഇരുട്ടുമായി ബന്ധപ്പെട്ട ധ്യാനങ്ങൾ തന്നെയുണ്ട്.
ഇരുട്ടിനെ ധ്യാനിക്കുക എന്ന് പറയുന്നത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല കറണ്ട് പോയ സമയത്ത് കുറ്റിയിലെടുത്ത് ഇരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ കാഴ്ച വരും. ഇരുട്ടുമായി നമ്മൾ പരിചിതമായാൽ പതുക്കെ കാഴ്ച തെളിയും. ഇനി ഇവിടെ ധ്യാനിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ ധ്യാനത്തിൽ പല വെളിച്ചങ്ങളും നമുക്ക് ലഭിക്കുന്നില്ലേ? പല അനുഭൂതികളും ലഭിക്കുന്നില്ലേ? എങ്ങനെയാണ് ഇരുട്ടിൽ പ്രകാശം നിറയുന്നത്? എന്നെ വിളിച്ചിട്ട് ഒരു ചേച്ചി പറഞ്ഞിട്ടായിരുന്നു, ഞാൻ ഇരിക്കുന്ന സമയത്ത് മൊത്തം ഒരു ലൈറ്റ് വന്നിട്ട് ഞാൻ ഒരു ലൈറ്റ് ബോഡി ആയി മാറി. ഞാൻ പറഞ്ഞു, ഭാഗ്യം, അങ്ങനെ തന്നെ പറന്നു പോയിക്കോളൂ, നീ വഴിക്ക് വരണ്ടാവും. കാരണം എന്തിനാണിത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട അമ്മമാരെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആത്മസുഹൃത്തുക്കളെ അല്ലെങ്കിൽ ആത്മബന്ധുക്കളെ ഈശ്വര ഭാഷയിൽ പറഞ്ഞാൽ ഒരു ശ്രമവും നടത്താതെ അമ്മ ഇങ്ങനെ പലതും പലർക്കും നൽകുന്നുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാത്തതാണ് കുഴപ്പം. ഇനി ചില ആളുകൾക്ക് മരിച്ചു ശ്രമിച്ചിട്ടും കിട്ടണില്ല. കാരണം എന്താ വെച്ചാൽ പുസ്തകങ്ങൾ വായിച്ച് ആചാര്യന്മാരുടെ സംഭാഷണം കേട്ട് ഇത് ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞ പ്രതീക്ഷ കുത്തി നിറച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളോട് ഇരുന്ന് സംസാരിക്കുന്നത്. ലളിതാ സഹസ്രനാമോ സൗന്ദര്യലഹരിയുടെ ABCD അറിയാത്ത ഞാനിന്ന് സൗന്ദര്യലഹരിക്ക് 56 ദിവസം കൊണ്ട് മൊബൈൽ നോട്ടിലാണ് 305 പേജുള്ള പുസ്തകം എന്നിലൂടെ സംഭവിച്ചത്. എന്നിൽ നിന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് പല ആളുകളും വിളിച്ചിട്ട് ശ്ലോകമൊക്കെ ചോദിച്ചിട്ട് ഇതെന്താന്ന് എനിക്ക് വേണം ചോദിക്കുക, ഏതാ ശ്ലോകം? അല്ല, അങ്ങല്ലേ ഇത് എഴുതിയത്? അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. പേരത് കണ്ടതുകൊണ്ട് ഞാനല്ല, അമ്മയാണ്. അതുകൊണ്ട് ഞാൻ പലയിടത്തും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ പറയുന്ന എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഇഗ്നോറൻസ് ഈസ് മൈ സ്ട്രെങ്ത്. എന്റെ അറിവില്ലായ്മയാണ് എന്റെ അറിവ്. ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ട് ഇന്റർവ്യൂ ബോർഡിൽ ഒരു ഞെട്ടിയിട്ടുണ്ട്. എന്റെ അറിവിൽ ഞാനൊരു പമ്പര വിഡ്ഢിയാണ്, പക്ഷെ എന്റെ പമ്പര വിഡ്ഢിത്തത്തെ കുറിച്ച് നല്ല അറിവുള്ളവനുമാണ്. ഞാനൊരു മണ്ടനാണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് എനിക്കാണ്. അതുകൊണ്ട് കാലം എന്ന് പറയുന്ന കാളി അമ്മ നമ്മളിലേക്ക് വെച്ച അനുഗ്രഹങ്ങളെ മാത്രം ഓർത്തെടുക്കുകയാണ്. നിങ്ങൾ സ്മൃതി എന്നല്ലേ നമ്മൾ കേട്ടിരിക്കണേ? ശ്രുതി, സ്മൃതി. കേട്ടത് ആലോചിക്കുകയല്ലേ, ഓർത്തെടുക്കുകയല്ലേ സ്മൃതി. നമ്മുടെ സ്മൃതി മറഞ്ഞു പോയിരിക്കുന്നു. ഗർഭപാത്രത്തിൽ ആരാണ് പഞ്ചീകരണം നടത്തിയത്? പഞ്ചതന്മാത്രകളിലൂടെ നമുക്ക് കാഴ്ച നൽകിയത് ആരാണ്? ഈ ഒരൊറ്റ ചോദ്യം ഇവിടെ, എനിക്ക് ആരാണ് കാഴ്ച നൽകിയത് എന്നൊരു ചോദ്യം ചോദിക്കും. നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ട് വെഗ്രന്റ് വേർഡ് സീക്കിംഗ് എ ഫ്രണ്ട്ലി ഇയർ. അലഞ്ഞു തിരിയുന്ന വാക്ക് സൗഹൃദമുള്ള കാതിനെ തേടും. അലഞ്ഞു തിരിയുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ അമ്മയുടെ മന്ത്രങ്ങളാണ്, അച്ഛന്റെ മന്ത്രങ്ങളാണ്, അന്തരീക്ഷമാണ്. ഈ അന്തരീക്ഷത്തിൽ അലഞ്ഞു തിരിയുന്ന വാക്ക്, മന്ത്രശബ്ദങ്ങൾ സൗഹൃദമുള്ള കാതിലേക്കാണ് വരിക. ഒരാശ്രയവുമില്ലാതെ അമ്മയുടെ ഗർഭപാത്രത്തിൽ 10 മാസം നമ്മളെ കാളിയമ്മ, കാലത്തിന്റെ മാതാവ് പൊറ്റി വളർത്തിയെങ്കിൽ അത് നമുക്ക് ഉറച്ചു കിട്ടിയാൽ ജീവിതത്തിൽ ഭയമേ വേണ്ട. നിങ്ങൾ എന്തിനു പോകുമ്പോൾ കാളിമാതാവ് കൂടെ ഉണ്ടാകും. നമുക്കെതിരെ ആരെങ്കിലും മോശം ചെയ്യാൻ ശ്രമിച്ചാൽ അവരെ നിഷ്കാസനം ചെയ്യുകയും ചെയ്യും. ഇത് അമ്മയുടെ പ്രതികാരമൊന്നുമല്ല കേട്ടോ, അമ്മ പ്രതികരിക്കുന്നതാണ്. കാരണം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നേരെ ഫ്യൂസ് ഇട്ട് അതിൻ്റെ ഉള്ളിൽ വരലിട്ട് അടിച്ചു പോകും. അപ്പൊ നമ്മൾ കാലത്ത് ഉപാസിക്കുന്ന കാളിമാതാവിന്റെ മക്കളാണ് എന്നറിഞ്ഞതിന് ശേഷം നമ്മളിത് ചെയ്യുകയാണെങ്കിലോ? ഇതൊക്കെ ചോദ്യം ചോദിക്കുന്ന വിവേകാനന്ദ സ്വാമിനെയൊക്കെ തകർത്ത് കളഞ്ഞിട്ടില്ലേ രാമകൃഷ്ണദേവൻ? ദൈവം ഉണ്ടോ കാണിച്ചു തരാൻ പറ്റുകയാണെന്നാണ് ചോദ്യം. വെറുതെ ആ ഉപാസന തരുമോ ഈ ഉപാസന തരുമോ എന്നല്ല ചോദിച്ചത്. ദൈവം ഉണ്ടോ കാണിച്ചു തരാൻ പറ്റും. ആദ്യം ചോദിച്ചത് ദേവേന്ദ്രനാഥ ടാഗോറിനോടാണ്, ദേവേന്ദ്രനാഥ ടാഗോറിന്റെ അച്ഛനോട്. അപ്പൊ ദേവേന്ദ്രനാഥ ടാഗോർ പറഞ്ഞു, നിന്റെ കണ്ണ് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നു. കാരണം തിളങ്ങുന്ന കണ്ണുകളായിരുന്നു. അപ്പൊ വേന്ദ്രസ്വാമി പറഞ്ഞു, നിന്റെ കണ്ണിനെ കുറിച്ച് അറിയാൻ വന്നല്ല ഞാൻ, ദൈവം ഉണ്ടോ കാണിച്ചു തരാൻ പറ്റും, യെസ് ഓർ നോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കണം, എന്റെയിൽ ഉത്തരമില്ല. ദക്ഷിണേശ്വരത്ത് ഒരു ഭ്രാന്തൻ പൂജാരി ഉണ്ട്, അദ്ദേഹത്തിന് ചിലപ്പോൾ കാണിച്ചു തരാൻ പറ്റുന്നു. നേരെ ദക്ഷിണേശ്വരത്തേക്ക് വെച്ച് പിടിച്ചു. അവിടെ ചെന്നിട്ട് ചോദിച്ചു, ആദ്യത്തെ ചോദ്യം, ദൈവം ഉണ്ടോ കാണിച്ചു തരാൻ പറ്റും? ആ, കാണിച്ചു തരാൻ പറ്റും, വ്യക്തമായി കാണിച്ചു തരാൻ പറ്റുന്ന പറഞ്ഞു. എന്നിട്ട് അവിടെ ഇങ്ങനെ പുസ്തകം വായിക്കാനും കൂടി പറഞ്ഞു എന്നാണ്. ആ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കേണ്ട പുസ്തകമാണ് അഷ്ടാവക്ര ഗീത എന്ന് പറയും. അഷ്ടാവക്ര ഗീത വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം തരിച്ചുപോയി എന്നാണ്. കുഞ്ഞെ, നിന്നേക്കാൾ വ്യക്തമായി എനിക്ക് ദൈവത്തെ കാണാം, അല്ലെങ്കിൽ അമ്മയെ കാണാം, നിനക്കത് കാണിച്ചു തരാനും കഴിയും എന്നാ പറഞ്ഞു. ഇത് നമ്മൾ ഗുരുക്കന്മാരോട് പോയി ചോദിക്കുന്നതിനപ്പുറം നമ്മൾ ഉള്ളിലേക്ക് പോയി, ഗർഭപാത്രത്തിൽ നമ്മളെ ആര് കാത്ത് രക്ഷിച്ചു? നമ്മൾ മിൻമിനി എന്ന് പറഞ്ഞൊരു ഗായികനെ കേട്ടിട്ടുണ്ടാവില്ല? ഒരു സുപ്രഭാതത്തിൽ ആ കുട്ടിയുടെ ശബ്ദം പോയി.
മറ്റേ ചിന്ന ചിന്ന ആശയ പാടി അവൾ പിന്നെ കരഞ്ഞ് പിടിച്ചിട്ടാണ് ഒരാഴ്ച കഴിയുമ്പോൾ ശബ്ദം തിരിച്ചു വന്നത്. അതിനുശേഷമാണ് അവളുടെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്. ആര് ശബ്ദം കൊണ്ടുപോയി ആര് തിരിച്ചു വന്നു വെച്ചാൽ അറിയില്ല. അതുപോലെ തന്നെ ഈ കടല് പോലെയുള്ള ലളിതാ സഹസ്രനാമത്തെ കുറിച്ച് ഞാൻ ഇതാ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ക്ലാസ് എന്ന് പറയുന്ന പേരിൽ നിങ്ങൾ ഇതാ കേട്ടുകൊണ്ടിരിക്കുന്നു. എനിക്കതിൽ യാതൊരു പങ്കുമില്ല. അതിന്റെ പങ്ക് മുഴുവൻ ഫുട്ബോളും കളിച്ച് മണ്ടനായി തെണ്ടിത്തിരിഞ്ഞ് നടന്നിരുന്ന എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ച കാളിമാതാവിന് ആണ് എല്ലാ ക്രെഡിറ്റും. പിന്നീടാണ് ഞാൻ മനസ്സിലായത് ഫുട്ബോൾ കളിച്ചിട്ട് ഇങ്ങനെ ഒരു കാല് പൊക്കിയിട്ട് ഒരു കിക്ക് എടുത്തതിന് ശേഷം കാല് പൊക്കിയിട്ടുള്ള ഒരു നിപ്പുണ്ട്. അത് പിന്നീട് ഞാൻ ഈ പ്രാന്തക്കുടുങ്ങി നോക്കിയപ്പോഴാണ് ശിവതാണ്ഡവത്തിൽ അതേ സ്റ്റെപ്പാണ്. ഇതേ സാധനം ശിവന്റെ നെഞ്ഞത്ത് ചവിട്ടിയിട്ട് കാളി നിൽക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് തിരിഞ്ഞതിന് ശേഷം എവിടെ നോക്കിയാലും കാളി മാതാവിന്റെ അമ്മയുടെ കാര്യങ്ങളെ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. എന്റെ കൂടെ കളിച്ചിട്ടുള്ള എല്ലാവർക്കും ഇതൊരു അത്ഭുതമാണ്. കാരണം ഒരു പന്തുകളി കോച്ചായെന്ന് പറഞ്ഞാൽ ആർക്കും അത്ഭുതം ഉണ്ടാവില്ല. അവിടെ ഞാൻ നിങ്ങളോട് പറയാൻ എന്താണ് കാരണം എന്ന് വെച്ചാൽ, എന്നിൽ എന്താണ് അമ്മ പ്രവർത്തിച്ചത്? ഇന്ന് ഞാൻ എഴുതി തീർത്തത് 167ാമത്തെ സ്തോത്രം കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. ഇനി ഒരു 15 സ്തോത്രം കൂടി കഴിഞ്ഞാൽ എന്നിലൂടെ അമ്മ ലളിതാ സഹസ്രനാമത്തിന്റെ 183 സ്തോത്രങ്ങൾക്കും 1000 നാമങ്ങൾക്കും എന്തൊക്കെയോ എഴുതിപ്പിച്ചു. അത്ര എനിക്ക് പറയാൻ പറ്റും. എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എഴുതുന്ന സമയത്ത് നമുക്കൊരു അനുഭൂതി ഉണ്ടാവും. നിങ്ങൾക്ക് എഴുതുന്നവരാണെങ്കിൽ അറിയാം. ഇത് പ്രത്യേകിച്ച് ചില സമയത്ത് ഒരു സ്തോത്രം വായിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഭവാരണ്യ കുഠാരിക എന്തപ്പത്, ധനുമദ്യ എന്തത്, അജാക്ഷയ വിനിർമുത്ത. അജാക്ഷയ വിനിർമുത്ത എന്ന് പറഞ്ഞാൽ പിരിച്ചു വായിക്കുമ്പോഴാണ് നമ്മുടെ അജ എന്ന് പറഞ്ഞാൽ ജനിക്കാത്തവളാണ്. അപ്പൊ ജനിക്കാത്തവളായിട്ടുള്ള അമ്മയോട് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുക? ജനിച്ച ആരോടെങ്കിലൊക്കെ പ്രാർത്ഥിക്കുക. ജനിക്കാത്ത ആൾക്കാരോട് എങ്ങനെ പ്രാർത്ഥിക്കുക? അങ്ങനെ ലളിത സഹസ്രം ഫുൾ ഓഫ് ഡയമണ്ട്സ് ആണ്. അങ്ങനെ അത് എഴുതി കഴിഞ്ഞിട്ട് ഞാനിപ്പോ ആദ്യം തൊട്ട് വീണ്ടും വായിച്ചു നോക്കണം എന്താണ് എഴുതി വെച്ചത്, എന്താണ് സംഭവിച്ചത്. നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം, ഉറങ്ങാൻ പോകുന്ന സമയത്ത് കണ്ണടച്ച് ഉറക്കത്തിനെ കാത്തു കിടക്കുമ്പോൾ ഇരുട്ടിലേക്ക് പോവുക. ഗർഭപാത്രത്തിൽ ഞാൻ ആകുന്നതിന് മുന്നേ ഏകകോശമായിരുന്ന എന്നെ വിവിധ കോശങ്ങളാക്കി കോടാനുകോടി കോശങ്ങളാക്കി പരിവർത്തിപ്പിച്ച അമ്മേ, നിന്നിലേക്ക് ഇതാ ഞാൻ ലയിക്കുന്നു. കാലത്തിലേക്ക്, കാളിയിലേക്ക് എനിക്ക് വേണ്ടതെല്ലാം നൽകണമേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വപ്നത്തിൽ ഒരു പക്ഷേ അമ്മ പലതും തന്നേക്കാം. അത് ചാടി കയറി ആരോട് വിളിച്ചു പറയരുത്. ഈ പാതയിൽ സഞ്ചരിക്കുന്ന, ഇത് കേട്ടാൽ ഗുണമുണ്ടാകും എന്ന് തോന്നുന്ന ഒരാളോട് മാത്രമേ ഇത് പങ്കുവെക്കാവൂ. കാരണം അതല്ലെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ ആളുകൾ ഉണ്ടാവില്ല. മൈറ്റോകോൺട്രിയൽ ഈവ് എന്ന് പറഞ്ഞിട്ട് ആദിമാതാവ് കറുപ്പാണ്, ആഫ്രിക്ക എന്നാണെന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞ ആദിമാതാവ് കാളി, കാലത്തെ കൈയാളുന്നവൾ കാളി. ഗർഭപാത്രത്തിലെ 10 മാസത്തിൽ അമ്മയെയും കുഞ്ഞിനെയും ഒരുപോലെ സംരക്ഷിച്ചവരാര്? കാളി. ഇതുകൊണ്ടല്ലേ മാതൃപഞ്ചായത്തിലെ ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയത്, ചെറുപ്പത്തിൽ മലത്തിലും മൂത്രത്തിലും കുളിച്ചു കടന്നിരുന്ന ഞാൻ അമ്മ നോക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ചത്തുപോകുമായിരുന്നു. അങ്ങനെ മലത്തിലും മൂത്രത്തിലും പുളച്ച് പുഴുവിനെ പോലെ കിടന്നിരുന്ന എന്നെ ഇതുപോലെ പരിപാലിച്ച് ഇത്രത്തോളം ആക്കിയതിന് അമ്മയോട് ഞാൻ എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്താലും പറഞ്ഞാലും ഒന്നും പകരമാവില്ല അമ്മേ. അതുകൊണ്ട് അമ്മയുടെ കാൽക്കൽ ഒരു സാഷ്ടാംഗ നമസ്കാരം ഇരിക്കട്ടെ. ഇത് ഞാൻ കോളേജുകളിലും സ്കൂളുകളിലും പറഞ്ഞിട്ട് കുട്ടികളോട് ചോദിക്കാറുണ്ട്, ഇതിൽ എവിടെയാണ് മക്കളെ ജാതിയും മതവും? നിങ്ങളുടെ അമ്മയുടെ കാൽക്കൽ നിങ്ങളാക്കിയ അമ്മയ്ക്ക് പോലും ഒരു പങ്കില്ലട്ടോ വേറെ. അമ്മ ഞാൻ നൊന്ത് വിറ്റു 10 മാസം ഏറ്റിയതല്ലേ എന്നൊക്കെ പറഞ്ഞ മറ്റേ ദിലീപ് മറ്റേ പടത്തിൽ പറഞ്ഞ ചോദ്യം പല കുട്ടികളും ചോദിക്കുന്ന, അമ്മ കൊട്ടയിൽ കയറിക്ക് ഞാനൊരു 11 മാസം ഏറ്റാണ്. അപ്പോ ഇതല്ല അതിന്റെ കാരണം. ആ ഏറ്റിയതും കാരണം 24 21 അസ്ഥികളൊക്കെ ഒന്നിച്ചൊടിയുന്ന വേദനയാണത്രേ നോർമൽ ഡെലിവറിയിൽ. ഞാൻ ഡെലിവറി നടത്തിയിട്ടില്ല, എന്റെ ഭാര്യയാണ്, എന്റെ പ്രിയതമയാണ് നടത്തിയത്. അത്രയും വേദന അനുഭവിച്ച് പ്രസവിച്ച ആ അമ്മമാരോട് എന്റെ ചോദ്യം, ആ സമയത്തെ കരുത്ത് നിങ്ങളായിരുന്നു? ആ വേദന സഹിക്കാൻ നിങ്ങൾക്ക് ആര് എങ്ങനെ കരുത്തുന്നു? അല്ലാത്തപ്പോ മേകൊടിഞ്ഞാലും കരയും. 24 അസ്ഥികൾ ഒന്നിച്ചൊടിയുന്ന വേദന നിങ്ങൾ ഒരു ശബ്ദത്തിലൂടെ, ഒരു അലർച്ചയിലൂടെ പുറത്തേക്ക് ഇട്ടുവെങ്കിൽ ശബ്ദമായിരിക്കുന്നതും അമ്മയാണ്.
ശബ്ദത്തിലാണ് ഒരു സാധനം പുറത്തേക്ക് വരിക. എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് തെറ്റാണെന്ന് തെളിയിക്കണമെങ്കിൽ ഇനി എപ്പോഴെങ്കിലും പനി വരുമ്പോ ഛർദി വരുമ്പോ ശബ്ദം ഇല്ലാതെ ഛർദിക്കാൻ നോക്കുക. ഒരു സൈലൻസർ വെച്ചിട്ട് ഛർദിക്കാൻ നോക്കുക. ശബ്ദമുണ്ടെങ്കിൽ ഒരു സാധനം പുറത്തേക്ക് വരും. നിങ്ങൾ ഈ ഒളിമ്പിക്സിലൊക്കെ ഭാരോദ്വഹനം കണ്ടിട്ട് എന്ന് പറയുന്ന ഒരു സാധനത്തോടെ ഒരു പൊക്ക. ശബ്ദം ബലം നൽകും, പുറത്തേക്ക് പലതിനെയും എത്തിക്കും. അപ്പൊ ശബ്ദവും കാലവും സമയവും എല്ലാം ഒന്ന് ചേർന്നിട്ടാണ് നമ്മുടെ കാളിമാതാവ് നിൽക്കുന്നത്. നമ്മളൊന്ന് വെറുതെ ഒന്ന് സ്പർശിച്ചു വിട്ട് ആദ്യ സ്തോത്രം എടുത്തപ്പോൾ തന്നെ 1 മണിക്കൂർ നമ്മൾ കഴിയാറായി. ഇനി 5-10 മിനിറ്റേ ഉള്ളൂ. ആദ്യം നിങ്ങൾ എല്ലാവരും ഇരുന്നത് 20 മിനിറ്റ് ഇരുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നെയ്ത്തിരിനാളം കത്തിച്ച് ഹൃദയത്തിലും ത്രോട്ടിലും വിശുദ്ധിയിലൊക്കെ അത് കത്തിച്ച് ഇരുന്നിട്ട്, ഇത് നമ്മൾ വെറുതെ ചെയ്തതല്ല. നമ്മൾ ചെയ്തത് ജഠരാഗ്നി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചത് ദഹിച്ചോ നമ്മൾ ചോദിക്കുക. ദഹിക്കണമെങ്കിൽ എന്ത് വേണം? അഗ്നി വേണം. അഗ്നി ജ്വലിക്കുന്ന ഇടം എവിടെയാണ്? നമ്മുടെ നാഭിയാണ്. നാഭിയിൽ ജ്വലിക്കുന്ന അഗ്നി ശിവാഗ്നിയാണ്. ഞാൻ ആ ചൊല്ലിയ ശ്ലോകം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. അത് കാമധേനുവിന്റെ നെയ്യിനാൽ ശിവാഗ്നിയിലേക്ക് ആഹൂതി ചെയ്യുന്ന 33ാമത്തെ സൗന്ദര്യ ലഹരിയിലെ ശ്ലോകമാണ് ചൊല്ലിയത്. സ്മരം യോനിം ലക്ഷ്മിം ഹൃദയവിധമാദോ മനോ നിധായകേ നിത്യേ നിരവധി മഹാഭോഗരസിക ഭജന്തിത്വാം ധന്യാ കഥജന ചിദാനന്ദ ലഹരി എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ആവുന്ന ഒരു ശ്ലോകം കൂടിയിട്ട് നമ്മൾ 8ാമത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ അതും അമ്മ അനുവദിക്കാതെ അമ്മയുടെ അടുത്ത് എത്താൻ പറ്റില്ല. അമ്മയിൽ നിന്നല്ലേ നമ്മൾ പുറത്തേക്ക് വന്ന്, അമ്മയിലല്ലേ നമ്മൾ ജീവിക്കുന്നത്, പിന്നെ എങ്ങോട്ടാണ് അനുവദിക്കുന്നത്? ഭുവനത്തിന്റെ ഈശ്വരിയായിട്ടുള്ള ഭുവനേശ്വരിയിൽ നമ്മൾ ജീവിക്കുന്നു. ഗർഭപാത്രത്തിലെ കാലം കൈയാളിയ ഈ പ്രപഞ്ചത്തിലെ മൊത്തം കാലം കൈയാളുന്ന കാളിമാതാവ് നമ്മളെ വളർത്തി, കാളിമാതാവ് നമ്മൾ പ്രസവിച്ചു, കാളിമാതാവിൽ നമ്മൾ ജീവിക്കുന്നു. പിന്നെ എങ്ങോട്ടേക്ക് എത്താൻ, എങ്ങോട്ട് പോകാൻ? ഇതൊന്ന് തിരിച്ചറിയുക. അതിന് റിപ്പന്റ് എന്നാണ് ബൈബിളിൽ പറയാം. റിപ്പന്റ് എന്ന് പറഞ്ഞാൽ പാശ്ചാത്തപിക്കുക എന്നല്ല. കുമ്പസാരക്കൂട്ടിൽ പോയി പാശ്ചാത്തപിക്കുന്നതല്ല റിപ്പന്റ്. ടേൺ ഇൻവാർഡ് എന്നാണ്. ഈ എടുത്ത് എന്താ പറയാ, ഒരാള് ആരെ ചോദ്യം ചോദിച്ചെന്ന് എനിക്കറിയില്ല. ഇത് അമ്മ അനുവദിക്കാതെ എത്താൻ പറ്റില്ല അല്ലേന്ന് വെച്ചാൽ മനോഹരമായിട്ടുള്ളൊരു കഥ ക്രിസ്തു പറയുന്നുണ്ട്. ക്രിസ്തു അമ്മയെ കുറിച്ച് ഇഷ്ടംപോലെ കഥകൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഒരാളുടെ തോട്ടത്തിലേക്ക് കുറെ പണിക്കാർ വന്നു. അപ്പൊ മുതലാളി പണി കൊടുത്തു. ഒരു 10 മണിയായപ്പോൾ കുറച്ച് ആൾക്കാർ വന്നു, അവർക്കും പണി കൊടുത്തു. ഉച്ചയ്ക്ക് കുറെ ആൾക്കാർ വന്നു, അവർക്കും പണി കൊടുത്തു. വൈകുന്നേരം പണി മാറ്റാറാണ്, കുറച്ച് മുന്നേ 4 മണിക്ക് കുറച്ച് ആൾക്കാർ വന്നു, അവർക്കും പണി കൊടുത്തു. എന്നിട്ട് 5:30-6 മണിക്ക് ശമ്പളം കൊടുക്കുമ്പോൾ എല്ലാവർക്കും ശമ്പളം. അപ്പോ രാവിലെ വന്ന ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കി. അവര് പറഞ്ഞു, ഇപ്പൊ 1 മണിക്കൂർ വന്നവർക്ക് ശമ്പളം കൂടുതൽ കൊടുത്തത് എന്തിനാണ്? അപ്പൊ മുതലാളി ഉടമസ്ഥൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് കൂലി കുറവാണോ കിട്ടിയത്? അല്ല, ഞങ്ങൾക്ക് വിചാരിച്ചതിനേക്കാൾ കൂലി കൂടുതലാണ് കിട്ടിയത്. പിന്നെ എന്താ ഇവിടെ പ്രശ്നം? ഞങ്ങൾക്ക് വിചാരിച്ചതിനേക്കാൾ കൂലി കൂടുതൽ കിട്ടി, പക്ഷെ ഞങ്ങളുടെ പ്രശ്നം 4 മണിക്ക് വന്നവർക്ക് കൂടുതൽ കൊടുത്തു. എന്നിട്ട് ക്രിസ്തു പറയുന്ന ആ ഉത്തരമാണ് നേരത്തെ ചോദ്യം ചോദിച്ച അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്. ദൈവരാജ്യത്തിൽ നേരത്തെ വന്നവനും വൈകി വന്നവനും ഇല്ല, എല്ലാവർക്കും ഒരു കൂലിയാണ്. അമ്മയുടെ ഗർഭപാത്രം മുതലേ നമ്മളെ പൊറ്റി വളർത്തിയിട്ടുള്ള കാളിമാതാവ് വളർത്തിയ, കാളിമാതാവിൽ ജനിച്ച, കാളിമാതാവിൽ തന്നെ മരിക്കാൻ പോകുന്ന നമ്മൾ എപ്പോ നേരത്തെ വരാൻ എപ്പോ അവസാനം, നമ്മൾ അതിലല്ലേ? ഇതൊന്ന് തിരിച്ചറിഞ്ഞ് ചിന്തയിൽ ഒരൊറ്റ ഫ്ലിപ്പ്, നമ്മളിപ്പോ ജൻസികൾ പറഞ്ഞ ഒരൊറ്റ മലക്കമർച്ചിൽ നടത്തിയാൽ യു ക്യാൻ ഫീൽ കാളിമ. ഇത് അറിഞ്ഞുകൊണ്ട് വേണം ശ്രീമാതായേ നമഃ എന്ന് പറയുമ്പോ തിരിച്ച് നമ്മുടെ ഉള്ളിൽ അത് തെളിയണം. താ മാ ശ്രീ. കാരണം എനിക്ക് അമ്മ നൽകിയ അനുഗ്രഹങ്ങളെല്ലാം പ്രിയപ്പെട്ട അമ്മയെ ഞാൻ മറന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് അത് ഓർക്കാനുള്ള കഴിവ് താ മാ ശ്രീ, ഇത് ഓർക്കലാണ്, ഇത് സ്മൃതിയാണ്. അതാണ് ശ്രീ. ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അമ്മയുടെ മടിയിലാണ് നമ്മളെന്ന് മനസ്സിലാകും. അമ്മയുടെ മടിയിൽ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല എന്ന് മനസ്സിലാവും. ഇത് അനുഭവിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത്. ഞാൻ എൻ്റെ എഴുത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ എഴുതിയ പുസ്തകങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത്. സൗന്ദര്യലഹരി എന്ന് പറഞ്ഞ ഒരു സാധനം ഞാൻ വായിക്കാൻ വേണ്ടി ഞാൻ വലിയൊരു ആചാര്യന്റെ പുസ്തകം മേടിച്ചു. അതൊരു 3 ശ്ലോകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ മനസ്സിലാവണ പണിയല്ല. അങ്ങനെ ഞാൻ നേരെ ആ പുസ്തകം അടച്ചു വെച്ചു.
ഇതിന്റെ അർത്ഥവും നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. പിന്നെ വെറുതെ ശ്ലോകങ്ങൾ വായിക്കാൻ തുടങ്ങി. ശിവശക്തിയാ യുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും ന ചേദേവും ദേവോ ന കല്ല് കുശല സ്പന്ദിതു മതിയോ അല്ലെ. അതസ്തു ആരാധ്യം ഹരിഹര വിരിഞ്ചാരവി പ്രണന്തും സ്തോത്തും വ അതമൃത പുണ്യപ്രഭോ. ഇത് എന്താ ഇങ്ങനെ വെറുതെ 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 നമ്മൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ ചില സാധനങ്ങൾ ഇങ്ങനെ കത്തിക്കാൻ തുടങ്ങി. പിന്നീട് മൊബൈൽ നോട്ട് എടുക്കുന്നത് ചിലപ്പോൾ എനിക്ക് ക്ലാസിന്റെ സമയത്താവും കിട്ടുക, യാത്ര ചെയ്യുമ്പോഴാവും കിട്ടുക, രാവിലെ ആവും കിട്ടുക. അങ്ങനെ മൊബൈൽ നോട്ടിൽ 56 ദിവസം കൊണ്ട് 100 ശ്ലോകങ്ങൾക്ക് 305 പേജ് സംഭവിപ്പിച്ചുവെങ്കിൽ ഹരീഷ് ബാബു എന്ത് പങ്കാണ്? ഹരീഷ് ബാബു ആരാണത്? ഇതാണ് അമ്മയുടെ ഈ കാളിയമ്മയുടെ അനുഗ്രഹം അനുഭവിച്ച് ഇതിനു മാത്രം ഞാൻ ഉണ്ടോ എന്ന് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന അവസ്ഥയുണ്ട്. പിന്നീട് ലളിത ഈ സൗന്ദര്യലഹരി തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് തമ്മിലുള്ള കണക്ഷൻ കാരണം ഞാൻ എന്റെ മറ്റേ നമ്മുടെ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, എവിടെയോ ഒരു പ്രോഗ്രാം യാഗം നടക്കുന്ന സമയത്ത് അവിടെ ചെല്ലണ സമയത്ത് നമ്മൾ ആദ്യം കേൾക്കുന്നത് അവിടെ ഇരിക്കുന്ന ആൾക്കാർ ചെല്ലണം ഓം സത്യപ്രസാദിന്യേ നമഃ. അപ്പൊ എന്റെ കൂടെ ദീപു എന്ന് പറഞ്ഞൊരു പേരുണ്ട്. ഞാൻ ദീപുവിൽ പറഞ്ഞു, ദീപു ഒരു സാധനം കത്തുപിടിക്കുന്ന പറഞ്ഞു. പിന്നെ സത്യപ്രസാദിനെ പെട്ടെന്ന് അനുഗ്രഹം നൽകുന്നവൾ, സദ്യ പോലെ കാര്യങ്ങൾ നമുക്ക് യഥേഷ്ടം നൽകുന്നവൾ എന്ന് പറഞ്ഞൊരു സാധനം എഴുതി വെച്ചു. അതിനുശേഷം ആ പുസ്തകം അവസാനിച്ചു. എന്നിട്ട് പലരും എന്നോട് പറഞ്ഞു, ഇത് ആകെ 100 പേജാണ്, അല്ല നാമങ്ങളാണുള്ളത്, ഫുള്ളായിട്ട് ചെയ്യണ്ടേ? ഫുള്ളായിട്ടോ? 1000 നാമോ 153 സ്തോത്രോ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലല്ലേ ഇത് ചെയ്യും. ഇതന്നെ എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ മുകളിലിരുന്ന് അമ്മ ചിരിച്ചിട്ടുണ്ടാവും, എടാ പൊട്ട, എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാച്ച, നമുക്ക് വേറെ വഴിയുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണത് അതും യതീഷയ്ക്ക് നന്ദി. കാരണം യതീഷയിൽ ഒരു പോഡ്കാസ്റ്റ് വന്ന് ഇങ്ങനെ ഒരു സാധനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ വരുന്നവർക്ക് നമ്മൾ തന്നെ നമ്മുടെ പേര് അമ്മയാണ് സംഭവിപ്പിച്ച ആ പേരോട് ഒരു സാധനം കൊടുക്കണ്ടേ എന്നുള്ളൊരു തോട്ട് എന്റെ ഉള്ളിൽ കയറി വന്നപ്പോഴേക്കും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, കാളിയമ്മേ, പൊന്നമ്മേ, എന്തെങ്കിലുമൊക്കെ വകുപ്പുണ്ടെങ്കിൽ ബാക്കി പൂർത്തീകരിച്ചില്ല. ഇന്ന് ആ പുസ്തകം കഴിയാറായി. ഇതിൽ എനിക്ക് എവിടെ പങ്ക്? അപ്പൊ അതിൽ ഞാൻ വിഷ്ണുവിനെ സ്ക്രീനിൽ കണ്ടു. വിഷ്ണു എവിടെ പ്രാന്ത് കണ്ടിട്ട് കയറി വന്നതാണ്. അപ്പൊ പുസ്തകം മേടിച്ചു. ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ നമുക്കറിയാതെ നമ്മളിലേക്ക് നിർബാധം അനുഗ്രഹം വരുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണ് അന്ധകാരം വരിക? നമുക്കൊരു ടെൻഷൻ വന്ന അന്ധകാരമായില്ലേ? ഡിസീസ് എന്ന് പറയുന്ന വാക്കുണ്ട്, രോഗം എന്നുള്ളതിന്. അതിന്റെ എന്താണ് എക്സ്പ്ലനേഷൻ? whenever you losing your reasonness, that state is known as disease. നമ്മുടെ സുഖകരമായ അവസ്ഥ എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പൊ അസുഖമാണ്. അപ്പൊ ദേഷ്യം വന്നാൽ അസുഖമല്ലേ? കുശുമ്പ് വന്നാൽ അസുഖമല്ലേ? അങ്ങനെ നമുക്ക് പ്രശ്നം വരുമ്പോ, ദേഷ്യം വരുമ്പോ ഒന്ന് കണ്ണടച്ച് ഗർഭപാത്രത്തിൽ നമ്മളെ പൊതിഞ്ഞു പിടിച്ച കാളിയമ്മയിലേക്ക്, കാലത്തിലേക്ക് ഒന്ന് കടന്നു പോകും, നമുക്ക് ഉത്തരം കിട്ടും. ആചാര്യന്മാരോട് നമുക്ക് ചോദിക്കാം, ചോദിച്ചുകൊണ്ടേയിരിക്കാം. പക്ഷെ എന്റെ നിങ്ങളോടുള്ള റിക്വസ്റ്റ് അല്ലെ, ഞാൻ ജീവിതത്തിൽ പ്രയോഗിച്ചൊരു സാധനം ഞാൻ എന്നോട് ചോദിക്കും, എന്റെ ഉള്ളിലെ കാളിയമ്മോട് ചോദിക്കും, അമ്മേ ഇതിനൊരു മാർഗം കാണിച്ചു തരണമേ. ഉറപ്പായിട്ടും 100% അല്ല, 1000%. കാരണം 1000 എന്ന് പറഞ്ഞാൽ അനന്തം. അനന്തമായ സാധ്യതകൾ അമ്മ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ചോദിക്കാത്തത് കൊണ്ടാണ്, അതിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ട്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം അല്ലെ. പിന്നെ മറ്റൊരു പ്രശ്നം കൂടി ഇവിടെ ഉണ്ട്. വിദ്യാദേവത ബ്രാഹ്മണരോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ വീര്യവത്താക്കുന്നവന് മാത്രമേ വിദ്യ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോ ഒരു ക്ലാസ് കേട്ട് അതിന്റെ നോട്ടെടുത്ത് അത് തന്നെ പ്രയോഗിക്കുന്ന നമ്മൾ അതിനെ വീര്യവത്താക്കുന്നുണ്ടോ? അതെന്നെ ഫോളോ ചെയ്യണം. ഇപ്പോ ഗുരുമൂർത്തിയുടെ ഒരു അദ്ദേഹത്തിന്റെ ഒരു സാധനം ഞാൻ കേട്ടപ്പോ, എഴുതിയെടുക്കണ്ട അദ്ദേഹം ആദ്യം തന്നെ പറയുന്നു. കാരണം എഴുതിയെടുത്ത എത്ര പുസ്തകങ്ങൾ അലമാരയിലുണ്ട്. ഹൃദയം കൊണ്ട് കേൾക്കൂ, ഹൃദയം കൊണ്ട് കേൾക്കൂ, അത് ഹൃദയത്തിൽ വേണ്ട സമയത്ത് ജ്വലിക്കും. നമ്മൾ നോട്ട് നടത്തേണ്ടത്, നോട്ട് എഴുതിയെടുക്കേണ്ടത് നമ്മുടെ ഹൃദയം കൊണ്ടാണ്. ഇപ്പൊ പല ആചാര്യന്മാരും പലതും പറയുന്നുണ്ട്, അത് അവരുടെ വഴിയാണ്, യാതൊരു തർക്കവുമില്ല. കാരണം അതിലൂടെ അവർക്ക് അനുഭൂതി കിട്ടിയത് കൊണ്ടാണല്ലോ അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അമ്മയുടെ മക്കളായിട്ടുള്ള നമ്മൾ എന്താ ചെയ്യേണ്ടത്? അമ്മയാണ് നമ്മളെ സംരക്ഷിച്ചതെങ്കിൽ, ഗർഭപാത്രം മുതൽ ഇപ്പോ വരെ അമ്മയാണ് സംരക്ഷിച്ചതെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും അമ്മയോടല്ലേ ചോദിക്കേണ്ടത്. സാധനയേക്കാൾ സാധനാ വ്യസനമുള്ളവർ നമ്മളെ വിളിക്കാറ്. അയ്യോ അത് ചെയ്യാൻ പറ്റില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാന്നാണ്. അപ്പൊ സാധനയിൽ അമ്മയിലേക്ക് നമ്മൾ പോകുന്നത് ആശ്വാസത്തിനും സന്തോഷത്തിനും സമൃദ്ധിക്കും
ശാന്തിക്കുമല്ലേ. അപ്പൊ സാധന ഇതെല്ലാം ശാന്തിയും സമാധാനവും കളയുന്നുണ്ടെങ്കിൽ നമ്മൾ കാളിയമ്മയുടെ മടിയിലാണോ അതേ പുറത്താണോ? അത് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഭുവനേശ്വരി ആണെങ്കിൽ ഭുവനത്തിന്റെ മുഴുവൻ ഈശ്വരയായിട്ട് നിൽക്കല്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയം 9:30. ഇനി 1, 2, 3 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതാകാം നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ പുറത്തേക്കേ പോയിട്ടില്ല. ശ്രീമാത, ശ്രീ മഹാരാജ്, മഹാരാജ്ഞിയെ നമ്മൾ വളർത്തിയിട്ട്, മഹാരാജ്ഞി വളർത്തുകയാണെങ്കിൽ പിച്ചക്കാരെ പോലെ ആവും നമ്മള്. പിച്ചക്കാരനാവുന്ന പറഞ്ഞത് മോശമല്ല കേട്ടോ. ഭിക്ഷക്കാരൻ, അതായത് ദണ്ടുമെടുത്ത് തെണ്ടി നടന്നവരുടെ മുന്നിൽ മാത്രമേ ഇവിടുത്തെ രാജാക്കന്മാർ തലകുനിച്ചിട്ടുള്ളൂ. അത് ഋഷിമാരുടെ മുന്നിലാണ്, അല്ലെങ്കിൽ ഈ തത്വം അറിഞ്ഞവരുടെ മുന്നിലാണ്. അതുകൊണ്ട് ഇവിടെ ഭാരതത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ടവർ തെണ്ടി നടക്കുന്നവരാണ്. ആ തെണ്ടി നടക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതൊന്നും വേണ്ടെന്നും അവർക്ക് പോകുന്ന എല്ലാ സ്ഥലത്തു നിന്നും എല്ലാം ലഭിക്കുമെന്നും ഉറപ്പുണ്ടായി അവർ അമ്മയുടെ ഭൂമിയുടെ മാറിലൂടെ തെണ്ടി 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 പോവാണ്. കുടിലിലും കൊട്ടാരത്തിലും രാജാവിനെ പോലെ താമസിക്കുന്നവൻ ആരോ അവൻ തെണ്ടി. പോകുന്ന വഴിക്ക് ആരുടെ കാൽക്കൽ ആളുകൾ സാഷ്ടാംഗം പ്രണമിക്കുന്നുണ്ടോ അവൻ തെണ്ടി എന്നാണ് തെണ്ടി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഞാൻ ഫസ്റ്റ് നമ്മുടെ ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർമ്മ, എ വേർഡ് ഈസ് പ്രഗ്നന്റ് വിത്ത് മെനി മീനിങ്. ഒരു വാക്ക് അനവധി അർത്ഥങ്ങൾ ഗർഭം ധരിച്ചിട്ടുണ്ട്. ഞാനിതൊരു ശിവരാത്രിക്ക് പോയിട്ട് അമ്പലത്തില് സംസാരിക്കായിരുന്നു. അപ്പൊ കുറെ അമ്മമാരിക്കുന്നുണ്ട് മുന്നിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്ന് ആരെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്? അപ്പൊ അമ്മമാര് പറഞ്ഞു, ശിവരാത്രി അല്ലേ, ശിവനെ കുറിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, തെണ്ടിയാകുന്നു ശിവൻ എന്ന് പറഞ്ഞപ്പോഴാണ്, എന്താ മോനെ പറയണ, ഭഗവാൻ എങ്ങനെയൊക്കെ പറയുകയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, തെണ്ടി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയൂ? അപ്പൊ ആർക്കും അറിയില്ല. എന്നിട്ട് ഈ അർത്ഥം പറഞ്ഞെടുത്തപ്പോഴാണ് ശിവ ശിവ എന്ന് പറഞ്ഞത്. വൃത്തികെട്ടവൻ, അവനൊരു വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞാൽ നമ്മളെന്താ മനസ്സിലാക്കുക? അതറിയണമെങ്കിൽ യോഗ പഠിക്കണം. യോഗ ചിത്ത വൃത്തി നിരോധ. വൃത്തി കെട്ടവൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലെ ചിന്തകൾ മുഴുവൻ കെട്ടടങ്ങി ശിവനിലേക്ക്, കാളിയിലേക്ക്, ഭുവനേശ്വരിയിലേക്ക് ആര് ലയിക്കുന്നുവോ അവനാണ് വൃത്തി കെട്ടവൻ. നമ്മൾ കേട്ടിരിക്കുന്ന അർത്ഥം എന്താ? അവനൊരു വൃത്തികെട്ടനാണെന്ന് പറഞ്ഞു. അപ്പൊ ഭാരതത്തിന്റെ അർത്ഥം ചെറിയ അർത്ഥമല്ല, അത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒതുങ്ങി നിൽക്കുന്ന അർത്ഥമാണ്. ആ രഹസ്യാർത്ഥത്തെ നമുക്ക് ആദ്യനാമത്തിലൂടെ നമുക്ക് ലളിതാസഹസ്രനാമം മുഴുവൻ തന്നു കഴിഞ്ഞു. ശ്രീമാതാ താ മാ ശ്രീ. ഇത് വെച്ചിട്ട് 999 പോവാം. 1-ൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ദിവസം പറഞ്ഞ മറക്കരുത്, 1-ൽ നിന്നും 1000-ലേക്ക് വളരുകയും 1000-ൽ നിന്ന് 1-ലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്ന മഹാവിസ്മയമാണ് ലളിതാസഹസ്രനാമം. അതിന്റെ കാര്യം തന്നെ ഉണ്ട്. ലളിതാസഹസ്രനാമം ലളിതമാണ് കാര്യം. പക്ഷെ ആ ലളിതമായി ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. കാരണം നമുക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞിട്ടുള്ള ഒരു സാധനം കൂടി പുറത്തേക്ക് എടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ ആദ്യ സ്തോത്രം നമ്മൾ മനോഹരമായിട്ട് ദേവിയുടെ അമ്മയുടെ കൃപയാൽ തീർത്തിരിക്കുകയാണ്. ആ ഒരു ഇന്ന് ചെയ്തപ്പോൾ അത് നിങ്ങൾക്ക് എന്താണ് അനുഭൂതി ഉണ്ടായെങ്കിൽ അത് ചെയ്യുക. ഇനി അത് വേണമെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ അത് PDF ആയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് എഴുതിയിടുകയും ചെയ്യാം. അത് നിങ്ങൾ വെറുതെ നമ്മുടെ എല്ലാ ചക്രങ്ങളിലേക്കും നെയ്ത്തിരി കത്തിച്ചു വെച്ച് ജഠരാഗ്നിയിലേക്ക് കാമധേനുവിന്റെ നെയ്യിനാൽ ആഹൂതി നടത്തുമ്പോൾ കാലം കാക്കുന്ന കാളിയമ്മ നമ്മളെ കാത്തു. അമ്മേന്നൊരു വിളി വിളിച്ചാൽ, ഹൃദയത്തിൽ നിന്ന് നമ്മൾ വിളിച്ചാൽ പിന്നെ അമ്മ നമ്മളെ നോക്കണ്ടേ? ചോദ്യം ചോദിച്ചോട്ടെ? ഇപ്പൊ കേൾക്കാമോ? ഒരു ചോദ്യം ചോദിക്കട്ടെ? ശബ്ദത്തിന് കുറവുണ്ട്, എന്നാലും ചോദിക്കൂ. ഇപ്പൊ ഈ പറഞ്ഞത് തന്നെയല്ലേ ശ്രീനാരായണ ഗുരുവിന്റെ പിണ്ടനന്ദി പറയുന്നത്? അതെ, എല്ലാരും പറഞ്ഞിരിക്കുന്ന ഒരേ കാര്യം തന്നെ, പക്ഷെ വിവിധ ഭാഷയിലാണെന്ന് മാത്രം. ഒരേ കാര്യം ലോകത്തുള്ള സകല ആചാര്യന്മാരും പറഞ്ഞു. ഒരേ കാര്യം ഇത്ര രീതിയിൽ പറഞ്ഞിട്ടും കോടിക്കണക്കിന് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒറ്റ കാര്യമാണ് പറയുന്നത്. അത് ഇപ്പോ ഗീതയാണെങ്കിലും ലളിതാസഹസ്രമാണെങ്കിലും അല്ലെങ്കിൽ ശിവസൂത്രയാണെങ്കിലും എന്ത് എടുത്താലും ഒറ്റ കാര്യമാണ്.
രമണ മഹർഷി പറഞ്ഞു ഞാൻ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് പോയിക്കോന്ന് പറഞ്ഞു. രമണ മഹർഷിക്ക് എന്ത് മനോഹരമായിട്ടാണ് ഈ കാളിയമ്മടത്ത് പറഞ്ഞിരിക്കുന്നത് അറിയോ? ഒരാള് പുസ്തകം എഴുതിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു, അതിൽ കംപ്ലീറ്റ് നുണ എഴുതിയിരിക്കും. അപ്പൊ രമണ മഹർഷിയൊക്കെ നോക്കിയിട്ട് അത് മറ്റേ അക്ഷര തെറ്റുണ്ട് എന്ന് പറഞ്ഞ് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ശിഷ്യം മേടിച്ചിട്ട് അത് നോക്കിയപ്പോ അതിൽ കംപ്ലീറ്റ് നുണയാണ്. അപ്പൊ ആ പുസ്തകം കൊണ്ട് ശിഷ്യൻ രമണ മഹർഷിയിൽ വന്ന് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഒരു അനുവാദം കൊടുത്തത്? ഇതിലൊക്കെ നുണയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ രമണ മഹർഷി ഇങ്ങനെ കൈ ഇങ്ങനെ ചൂണ്ടിയിട്ട് ചോദിച്ചു, പിന്നെ ഇതെല്ലാം നിജമാ? ഏത്? ചുറ്റുള്ള പ്രകൃതിനെ നോക്കിയിട്ട്. വേറെ ഒരു ചോദ്യം ഉണ്ടായി. കാരണം ഒരു നിഷ്കളങ്കമായ ഒരു കാര്യമെന്ന് തോന്നുന്ന നമ്മളിലേക്ക് ഒരു വാക്കുകൊണ്ട് അവര് നമ്മുടെ മൊത്തം തകർത്ത് കളയും. താഴ്വരയിൽ ഒരാൾക്ക് 2 ഭാര്യയുണ്ട്, അവൻ ഇത്തിരി മോശക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു ശിഷ്യ വന്നിട്ട് രമണ മഹർഷിയോട് കുറ്റം പറയണം, അവന് 2 ഭാര്യയുണ്ട്, അവൻ ആശ്രമത്തിൽ കയറ്റണ്ട, ഇതൊക്കെ പ്രശ്നമല്ലേ എന്ന് വെച്ചാൽ രമണ മഹർഷി അവനോട് ചോദിക്കും, എതുക്ക് കവലെ നീങ്ക നല്ലവർ താനേ, എന്തത്ര പ്രശ്നം, ഈ നല്ലവനല്ലേ? അപ്പൊ വാക്ക്, അക്ഷരങ്ങൾ, ആശയങ്ങൾ ഒക്കെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് കാളിമാതാവിലൂടെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ആ വാക്ക് കൊണ്ട് ഒരുത്തനെ കുറ്റം പറയുകയും അവനെ താഴ്ത്തിക്കെട്ടാനും നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ആരെ തന്നെയാണ് അപമാനിക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ അപമാനിക്കുന്നു. അപ്പൊ എല്ലാ ഗുരുക്കന്മാരും ഒരേ കാര്യങ്ങൾ പറഞ്ഞു. രമണ മഹർഷി നാരായണഗുരു, ഇപ്പൊ അമ്മ ചോദിച്ചാലും നാരായണഗുരു രമണ മഹർഷി നമ്മൾ കൂട്ടിമുട്ടി, അവരൊന്നും മിണ്ടിയില്ല. നാരായണഗുരു കുറച്ച് ദൂരത്തിരുന്നിട്ട് ഒരു സാധനം എഴുതി കൊടുത്തു, എന്നിട്ട് പറഞ്ഞു ശിഷ്യന്മാരോട്, വെമ്പാലിയാണ് ഊതിയ മതി എന്നാണ്. ശിഷ്യന്മാർക്ക് നഷ്ടമായി, കാരണം ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അത് എഴുതിയെടുക്കാൻ വേണ്ടി എന്നിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലെ കാളി മാതാവിനോട് ചോദ്യം ചോദിക്കുന്നവരാണെങ്കിൽ എല്ലാ ഉത്തരവും അവിടെ നിന്ന് കിട്ടും. അതല്ലെങ്കിൽ ആ ഉത്തരം പറഞ്ഞു തരേണ്ട ഒരാളെ കാളി മാതാവ് എത്തിക്കും. ഫസ്റ്റ് ദിവസം നമ്മൾ പറഞ്ഞത് മറക്കാതിരിക്കുക. നമ്മളിത് കാളിമാതാവിലൂടെ പോകുമ്പോൾ ശിഷ്യൻ പാകമാകുമ്പോൾ ഗുരു പ്രത്യക്ഷപ്പെടും. ശിഷ്യൻ ശരിക്കും പാകമാകുമ്പോൾ ഗുരു അപ്രത്യക്ഷനാണ്. അതുകൊണ്ട് നമുക്ക് എന്താണോ കിട്ടേണ്ടത് അത് അമ്മയ്ക്കറിയാം. കാലം കൈയാളുന്നവളാണ് അമ്മ. നമുക്കതിന് കാലം എത്തുമ്പോൾ ആൾക്കാർ വരും. മറ്റാൾക്ക് അത് കിട്ടി, എനിക്ക് കിട്ടിയില്ല, കാലമായിട്ടില്ല. ധൃതിയില്ലാത്തവർക്ക് എല്ലാം വേഗമാണ്. ധൃതിയുള്ളവന് അനന്തമായി എന്നുള്ളത്. ഈ ധൃതി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ വേറെ അർത്ഥമുണ്ട്. ധീ, ധൃതി, സ്മൃതി. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ധൃതി എന്ന് പറഞ്ഞാൽ സന്തോഷം, സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മ. ഇനി അടുത്ത ചോദ്യം. നമസ്തേ ഹരീഷ്ജി. നമസ്തേ. ഹരീഷ്ജി, നെയ്വിളക്കിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് പറഞ്ഞു തരാമോ? എന്തുകൊണ്ടാ നെയ്വിളക്ക് കത്തിച്ചിട്ട് സഹസ്രനാമം ചൊല്ലുക അങ്ങനെ പറയുന്നത്? നെയ്വിളക്ക് സത്യത്തില് നമ്മുടെ എന്താ പറയാ അന്തരീക്ഷത്തിലെ അണുക്കളെ നശിപ്പിക്കും എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പിന്നെ ഈ പാലിൽ നിന്നാണല്ലോ നെയ്യും വെണ്ണയൊക്കെ എടുക്കുക. അപ്പൊ പാല് നമ്മുടെ ശരീരമാണെങ്കിൽ അതിനകത്ത് നെയ്യ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവുമായി ബന്ധമുള്ള ഒരു സാധനമാണ്. അപ്പൊ നെയ്വിളക്ക് നമുക്ക് എല്ലാവർക്കും കത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ അങ്ങനെ ആദ്യം തന്നെ ചെയ്യിച്ചത്. ചില ആളുകൾക്ക് അങ്ങനെ പറയുമ്പോൾ നെയ്വിളക്ക് കത്തിച്ചാൽ ഇങ്ങനെ കൂടുതൽ ഗുണം കിട്ടും എന്ന് പറഞ്ഞാൽ എനിക്ക് നെയ്വിളക്ക് കത്തിക്കാൻ പറ്റാത്ത ആളാണ്, ഞാൻ കുടുങ്ങി. ഈ നല്ല നെയ്യിന് നല്ല വില ഉണ്ട്, 3000-4000 രൂപ വില ഉണ്ട്. അപ്പൊ നീ മറ്റേ നെയ്യ് മേടിച്ച് കത്തിച്ചാൽ ഉള്ളതും പോകും. നല്ല നാടൻ പശുവിന്റെ നെയ്യ്, കാമധേനുവിന്റെ നെയ്യിലാണ് ശിവാഗ്നിയിൽ ആഹൂതി ചെയ്യേണ്ടത്, ഒരു നെയ്യ് കൊണ്ടല്ല. നമുക്കിപ്പോ കാമധേനുവിന്റെ നെയ്യ് തപ്പി നടക്കാൻ പറ്റില്ല, നമുക്കത് കിട്ടൂല. പക്ഷേ കിട്ടും. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ധേനു എന്ന് പറഞ്ഞാൽ ഭൂമി. സകലമാന ആഗ്രഹങ്ങളും ഈ ധേനു കൊണ്ട്, ഭൂമി കൊണ്ട് നമുക്ക് ഇവിടെ പൂർത്തീകരിക്കണം. അപ്പൊ നമ്മുടെ ശരീരം തന്നെയാണ് ധേനു, ഭൂമി. അതിൽ കാമം എന്ന് പറയുന്ന ആഗ്രഹം കൊളുത്തിയിട്ടുള്ളത് അമ്മയാണ്. ആ അമ്മേനെ അറിഞ്ഞുകൊണ്ട് മാനസികമായി നമ്മൾ ചക്രങ്ങളിലൊക്കെ നെയ്ത്തിരി പോലെ കത്തിച്ചു വെച്ച് ചെയ്താൽ നമ്മൾ ചെയ്യുന്നത് അതിന് മറ്റേനേക്കാൾ പ്യൂരിറ്റി ഉണ്ടാവും. കാരണം അതിന് ഒരു കലർപ്പ് വരുത്താൻ പറ്റില്ല. ഈ മറ്റേ നെയ്യ് നിങ്ങൾ നല്ല കാശുള്ള നെയ്യ് കിട്ടുമെങ്കിൽ അത് മേടിച്ചു വെച്ച് കൊളത്തിക്കോളൂ. പക്ഷെ അതെല്ലാ എപ്പോഴും സാധ്യമാണോ എന്ന് ചോദിക്കുക. അതല്ല എങ്കിൽ സമയാചാരത്തിലേക്ക് പോവുക. നമ്മൾ കവളത്തിലേക്ക് പോകണ്ട. സമയാചാര തൽപര, എന്തിനും അമ്മയ്ക്ക് സാധനമുണ്ട്. പക്ഷെ നമുക്ക് പൂർണ്ണ തൃപ്തി കിട്ടണമെങ്കിൽ നമ്മളൊരു
ചോദ്യം സ്വയം ചോദിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മൾക്ക് നമ്മളൊരു ഉത്തരം മനസ്സിൽ കണ്ടെത്തി ആ ഉത്തരം പറയുന്ന ചോദ്യം തെരഞ്ഞ് ആ ഉത്തരം പറയുന്ന ആളല്ലേ നമ്മൾ ഗുരു സുഹൃത്തൊക്കെ ആക്കണം. സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ ഉത്തരമുണ്ട്, അതുമായി മാച്ച് ആയ ആളെ നമ്മൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മളാണ് നമ്മുടെ ഏറ്റവും അടുത്ത ആൾ. കാരണം നമ്മുടെ ഉള്ളിൽ ദേവി വസിക്കുന്നുണ്ട്, ദേവൻ വസിക്കുന്നുണ്ട്. ആ ശരീരത്തെ ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃത്തി വിനുക്ത ക്ഷേത്രപാല. ആ ഇതൊക്കെ ലളിതാസഹസ്രനാമം നമ്മൾ മുന്നോട്ട് പോകുമ്പോ അപ്പൊ ഈ രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് ഓരോ സ്തോത്രവും എങ്ങനെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ വെർഷൻ. ഇങ്ങനെയുള്ള കാര്യമാണ് ഞാൻ അമ്മയോട് ചോദിച്ചത്. എനിക്ക് ഈ ഭ്രാന്തൊക്കെ കുടുങ്ങിയിട്ട് ഞാൻ അമ്മയോട് ചോദിച്ച ചോദ്യം ഇതാണ്. അമ്മ ലളിതാസഹസ്രനാമം ചൊല്ലാം അല്ലെങ്കിൽ സൗന്ദര്യലഹരി ചൊല്ലാത്തൊന്നും എനിക്ക് അറിയൂല, പക്ഷെ ഇത് എങ്ങനെ നിത്യജീവിതത്തിൽ എനിക്ക് ക്ലാസ് എടുക്കുമ്പോഴും ഫുട്ബോൾ കളിക്കുമ്പോഴും ഭാര്യയും മക്കളുമായി സംസാരിക്കുമ്പോഴും നിത്യജീവിതത്തിൽ നിരന്തരമായി എനിക്ക് എങ്ങനെ ഇതെല്ലാം ലഭിക്കും. അപ്പോഴാണ് കാളിയമ്മ പറഞ്ഞത്, നമ്മൾ സൃഷ്ടിച്ച നീ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എല്ലാം നമ്മൾ തന്നെ, എന്നിട്ട് പിന്നെ നീ തെരഞ്ഞുകൊണ്ടിരിക്കുക. നീ ആ പൂർണ്ണ ബോധ്യത്തിൽ കാലത്തിലേക്ക് സമർപ്പിക്കൂ. സന്ധിക്കുന്നിടത്ത് വന്ദിക്കണം എന്നല്ലേ പറയാ സന്ധ്യാവന്തനം. അപ്പൊ സന്ധിക്കുന്നിടത്ത് വന്ദിക്കണമെങ്കിൽ ഒരു നിമിഷം പോയി അടുത്ത നിമിഷം വരുന്നതിന്റെ ഇടയിൽ ഒരു സാധനം ഒന്ന് പോയി മറ്റൊന്നൊന്നും വന്നിട്ടില്ല. അപ്പൊ ആ സന്ധിക്കുന്നിടത്ത് വന്ദിക്കണം എന്ന് പറഞ്ഞാൽ ഓരോ മാത്രയിലും നമ്മൾ വന്ദിക്കണ്ടേ. ഓരോ മാത്രയിലും വന്ദിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ശ്വാസം അകത്തേക്ക് പോയി മറ്റേത് പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ. അപ്പൊ ശ്വാസത്തിൽ വന്ദിച്ചാൽ സന്ധ്യാവന്തനം അതിനേക്കാൾ ഉത്തമമായിട്ടുള്ള ഒരു സാധനം ഏതാ? പുറത്തുള്ള എല്ലാം നമ്മളിലേക്കുള്ള ചുണ്ടുപലകയാണ്. ചന്ദ്രനെ നോക്കാൻ ഗുരു ചൂണ്ടുവിരൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ ചന്ദ്രനെ നോക്കണം, ചൂണ്ടുവിരലിൽ തൂങ്ങിക്കിടക്കരുത്. ചൂണ്ടുവിരലിൽ തൂങ്ങിക്കിടന്നാൽ ചന്ദ്രന് മിസ്സാവും. പിന്നെ നമ്മളെല്ലാവരും ഈ 8:30 മണി മുതൽ 9:30 10 മണി വരെ ഇവിടെ വന്നിരുന്ന് കാളിയമ്മയെ കുറിച്ച് ലളിതാ സഹസ്രനാമത്തെ കുറിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലും വേറെ എന്ത് ക്വാളിഫിക്കേഷനാണ് വേണ്ടത്? അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രേംജിയോട് ഒരു പ്രത്യേക നന്ദി പറയണം. കാരണം വലിയൊരു കോർപ്പറേറ്റ് ആയിരുന്ന അദ്ദേഹം അതൊക്കെ നിർത്തിയിട്ട് യതീഷ തുടങ്ങിയതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. അപ്പൊ നമുക്ക് വേണ്ടി ആരൊക്കെയോ പണിയെടുക്കുന്നുണ്ട്. പിന്നെ പ്രിയപ്പെട്ടവർ ഒരു കാര്യം മനസ്സിൽ 200% 1000 പ്രാവശ്യം സമർപ്പിക്കുക. നമ്മളെല്ലാവരും ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അമ്മ എന്ന് പറയുന്ന കാലമാകുന്ന വണ്ടിയിൽ നമ്മളൊക്കെ കയറിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തൃശ്ശൂരും ഷൊർണൂരും എറണാകുളമൊക്കെ ഇറങ്ങി ചായ കുടിക്കാം, പക്ഷെ വണ്ടിയിൽ കയറണം. ചായ കുടിക്കാനുള്ള സ്ഥലം ഡെസ്റ്റിനേഷൻ ആണെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ഉറപ്പിച്ചോളൂ, നമ്മൾ വഴിയിലാണ്. മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്താൽ കാളിയമ്മ നിങ്ങളെ പുറത്തേക്കാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലേറ്റ് ആക്കും. കാരണം വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യണ്ട. കാരണം നമ്മൾ അദ്വിതീയനാണ്. നമ്മളെ പോലെ ഒരാളില്ല. നമ്മുടെ കണ്ണിന്റെ ഫിംഗർ പ്രിന്റ് എന്തെടുത്താലും നമ്മൾ അദ്വിതീയനാണ്. അതുപോലെ അമ്മ നമുക്ക് നൽകുന്ന അനുഭവം ഉജ്ജ്വലമായിരിക്കും. വേറെ ഒരാൾക്കും അച്ഛനും മോനും കൂടി തല്ലുകൂടിയിട്ട് അച്ഛൻ ഭഗവത്ഗീത എടുത്തിട്ട് ഒറ്റ ആറാണ് മറ്റേ ഫ്ലാറ്റിന്റെ മുകളിൽ. അത് നേരെ പോയിട്ട് ഒരാളുടെ തലയിൽ വീണു, അടിയിൽ കൂടെ നടന്നു പോയത്. അപ്പൊ മോളിൽ നിന്ന് ഇങ്ങനെ അച്ഛൻ ജനലിൽ കൂടെ നോക്കിയപ്പോ അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് പൊയ്ക്കോന്ന്. ആ പുസ്തകം കണ്ട മോനെന്തോ വായിക്കണ. അപ്പൊ ഇയാള് ഞാൻ കൊണ്ടോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ കൊണ്ടുപോയി. അയാള് വലിയൊരു സന്യാസിയായി മാറി. അയാളുടെ തലയിലേക്ക് വീണ ഭഗവത്ഗീത കൊണ്ട് അയാൾ സന്യാസിയായി മാറി. ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഇംഗ്ലണ്ടിൽ നിന്നൊരു ഒരാള് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഹരേ കൃഷ്ണ ഗ്രൂപ്പിൽ പോയി. അപ്പൊ അവിടെ അന്നദാനം നടത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം അവിടെയുള്ള സ്വാമിനോട് ചോദിച്ചു, ഞാൻ ജയിലിൽ നിന്ന് വരുന്ന ആളാണ്, കള്ളനാണ്, എനിക്ക് വിശന്നിട്ട് പാടില്ല, ഇങ്ങനെയൊക്കെ ഒരു സ്ഥലത്ത് എനിക്ക് ഭക്ഷണം തരുമോന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, അവർ ഗോഡ് വാസ് ബോൺ ഇൻ ജയിൽ. കൃഷ്ണൻ ജനിച്ച ജയിലിലാണ്, ഞങ്ങളുടെ ഈശ്വരനെ ജനിച്ച ജയിലിലാണ്, ഈ ധൈര്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾ. പിന്നീട് അദ്ദേഹം ആ ആശ്രമത്തിന്റെ അധിപതിയായി. അപ്പൊ ഒന്നും വെച്ചിട്ട് പ്രേംജി എപ്പോഴും പറയാറുണ്ട്, ഡോണ്ട് എവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് പരാശക്തി. അല്ലെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറയണം, ഈ തിരുമണ്ടൻ ഇതൊക്കെ എഴുതുമോ? അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും അമ്മയുടെ മക്കളാണ്. ശ്രീമാതായേ നമഃ. താ മാ ശ്രീ തന്നിട്ടുണ്ട്, അതൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. സന്തോഷം. അടുത്ത ചോദ്യം. ഹലോ നമസ്തേ. നമസ്തേ. ഹലോ. ഒരു സംശയമുള്ളത്, നമ്മളെ ധ്യാനത്തില് നമ്മള് പിന്നെ വിശുദ്ധി ചക്രത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് എന്തുകൊണ്ടാണ് നമ്മള് ഇത് ആരാണ് ചോദിക്കാത്തത് എന്ന് ഞാൻ ഇങ്ങനെ ആകാംക്ഷ പിടിച്ചിരിക്കുകയായിരുന്നു. ആരെങ്കിലൊക്കെ ചോദിക്കണം എന്ന് വെച്ചിട്ട് ചോദിച്ചു. ആരാണ്? അങ്ങയുടെ പേര് പറയൂ. എന്റെ പേര് പുരുഷോത്തമൻ പിള്ള.
അതിനുള്ള കാരണം ലളിതാ സഹസ്രനാമം വായിക്കുന്നവർക്കറിയാം. വിശുദ്ധി ചക്ര നിലയായ എന്ന് പറഞ്ഞാൽ അതിൽ തുടങ്ങാം. ആ. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള മൂലാധാരത്തിന് താഴ്ത്തിക്ക് പോയി മുകളിലേക്ക് പോയി എന്നാണ് പലയിടത്തും പഠിച്ചിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ട് ലളിതാ സഹസ്രനാമം വിശുദ്ധിയും തുടങ്ങി? വിശുദ്ധിയാണ് വാക്കിന്റെ തലം, വാക്കിന്റെ മണ്ഡലം വിശുദ്ധിയാണ്. എന്റെ ജന്മത്തിന്റെ പുറകിൽ, വാക്കിന്റെ പുറകിൽ ചിന്തയുടെ പുറകിൽ ഇമോഷൻ ഉണ്ട്. അപ്പൊ എന്റെ അച്ഛനും അമ്മയും ചേർന്നാണ് എന്നെ സൃഷ്ടിച്ചത് ഫിസിക്കലി. ഞങ്ങൾക്കൊരു മകൻ വേണമെന്ന ചിന്തയിൽ നിന്നാണ് പ്രവൃത്തി ഉണ്ടായി ഞാൻ ഉണ്ടായത്. അപ്പൊ വാക്കിന്റെ പുറകിലെ ചിന്ത പ്ലോട്ടുമായി ബന്ധപ്പെട്ടു. ആകാശത്തിൽ അത് സംഭവിക്കണം. അതുകൊണ്ടാ പറഞ്ഞു ആകാശം. വിശുദ്ധിയിൽ നിന്ന് തുടങ്ങി ഹൃദയത്തിലേക്ക് വന്ന് വയറ്റിലേക്ക് എത്തി, സെക്ഷൽ സെന്ററിലെത്തി, നേരെ മൂലാധാരത്തിലെത്തി, പിന്നീട് ആജ്ഞയിലേക്ക് വരും. അപ്പോ വാക്കിൽ നിന്ന് തുടങ്ങണം. വാക്കിൽ നിന്നല്ലേ നമ്മൾ തുടങ്ങിയത്. യതീഷ ഒരു പരസ്യം വിട്ടു, ലളിതം ലളിത എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട്, വേണ്ടവരൊക്കെ പോന്നോളി എന്ന് പറഞ്ഞു. വാക്കിലൂടെ കേട്ടറിഞ്ഞാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പൊ എവിടെ നിന്ന് വന്ന സാധനം? വിശുദ്ധിയിലെ വാക്കിൽ നിന്ന്. വിശുദ്ധിയിൽ നിന്നേ തുടങ്ങാൻ കഴിയുള്ളൂ. അപ്പൊ വിശുദ്ധമാകണം. ഇതിന് ജിഹ്വാ സാധന എന്നാണ് പറയുക. അത് നമ്മുടെ ലളിതാ സഹസ്രനാമം നമ്മൾ മുന്നോട്ട് പോകുമ്പോ അമ്മ അത് നമുക്ക് പറഞ്ഞിരുന്നു വിചാരിക്കണം ഞാൻ. ജിഹ്വാ സാധന എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യണ്ട. ജിഹ്വ നാക്കിനെ കൊണ്ട് ഇന്ന് രാത്രി സംസാരിക്കുന്നതിന് നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് സംസാരിക്കുമ്പോഴും നാക്കിലേക്ക് ശ്രദ്ധിക്കുക. എന്നിട്ട് എത്ര തവണ നാക്ക് റൂഫിൽ മുട്ടുന്നുണ്ട്, പല്ലിന്റെ മുകളിലത്തെ പല്ലിന്റെ പുറകിൽ മുട്ടുന്നുണ്ട്, അടിയിൽ മുട്ടുന്നുണ്ട്, 1ഉം 2ഉം, അങ്ങനെ നമുക്ക് നാക്കിൽ ശ്രദ്ധയുണ്ടെങ്കിൽ നാക്ക് സംസാരത്തിനൊപ്പം വാക്കിനൊപ്പം ഇങ്ങനെ ചലിക്കണത് ഫീൽ ചെയ്യും. വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിറ്റേഷൻ ആണ് ഇത്. നമുക്ക് പരിശീലിച്ചാൽ നമ്മൾ വാക്കുരിയാടുമ്പോഴൊക്കെ മെഡിറ്റേഷൻ അല്ലേ. ജപോജൽപ ശില്പം. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു എക്സ്പ്ലനേഷൻ ആയത്. എനിക്ക് പങ്കില്ല. ആ ചോദ്യത്തിന് നന്ദി. ആ ചോദ്യമാണ് ഈ ഉത്തരം വരുന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യകർത്താവിനാണ് അതിന്റെ ക്രെഡിറ്റ്, ഹരീഷ് ബാബുവിനില്ല. വണ്ടർഫുൾ എക്സ്പ്ലനേഷൻ. താങ്ക് യു. നമസ്തേ. എന്താ പ്രിയപ്പെട്ടവരെ, നമുക്ക് വീട്ടിൽ പോണ്ടേ? 9:45. അടുത്ത ചോദ്യം മറ്റേ. പക്ഷേ ഞാൻ ഒരു സംശയം ചോദിച്ചേ, നമ്മളിപ്പം ഇപ്പം പറഞ്ഞല്ലോ ലളിതാ സഹസ്രനാമത്തിന്റെ ലളിത ദേവിയെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ മാഷ എപ്പോഴും ഇങ്ങനെ എന്താ കാളിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എനിക്ക് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. കാളിയെ കുറിച്ച് പറയാൻ കാരണം ഇത് ദശമഹാവിദ്യ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇൻഡയറക്ട്ലി ഞാൻ ദശമഹാവിദ്യയും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ കാളി കാലത്തെ കൈയാളുന്ന ആളായതുകൊണ്ടാണ് കാളിയെ കുറിച്ച് അധികം പറഞ്ഞു. പിന്നീട് അടുത്തത് നമ്മൾ വരുന്നത് കാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താരയാണ്. സരസ്വതിയുമായി ബന്ധപ്പെട്ട് നീല സരസ്വതി, താര, വാക്കിന്റെ സാധനം ഒക്കെ ഉണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് ത്രിപുരസുന്ദരി ഉണ്ട്, ഭുവനേശ്വരി ഉണ്ട്, ഭൈരവി ഉണ്ട്, ചിന്നമസ്തയുണ്ട്, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്, ധൂമാവതി ഉണ്ട്, ഒരമ്മോനോടൊപ്പം പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് സ്പർശിച്ചു കഴിഞ്ഞു സൂക്ഷ്മമായിട്ടാണെങ്കിലും. അപ്പൊ കാളി എന്ന് പറഞ്ഞാൽ കാലത്തെ കൈയാളുന്ന ആളായതുകൊണ്ടാണ് അത് കാളിയുമായിട്ട് ബന്ധപ്പെടുത്തി. കാരണം നമ്മുടെ ഗർഭപാത്രത്തിലെ കാലം, അമ്മ നമ്മളെ ഗർഭം ധരിച്ച കാലം കാളിയമ്മയല്ലേ നോക്കിയത്. പിന്നെ ജനിച്ചിട്ട് മരിക്കുന്നത് വരെ നമ്മുടെ കാലം ആരാ നോക്കുന്നത്? കാളിയമ്മ. അപ്പൊ ഇത് ഈ 10ഉം എല്ലാ ദൈവസങ്കല്പങ്ങളും ദേവീ സങ്കല്പങ്ങളും ഇതിൽ വന്നു കഴിഞ്ഞു. പക്ഷെ കാലത്തെ കൈയാളുന്ന ആളായതുകൊണ്ട് കാളി. അപ്പൊ വാക്കിനെ കൈയാളുന്ന ആളായതുകൊണ്ട് നമ്മൾ നീല സരസ്വതിയിലേക്കും ഒക്കെ വരേണ്ടി വരും, താരയിലേക്ക് വരേണ്ടി വരും, പ്രവൃത്തിയിലേക്ക്. ഇതുകൊണ്ട് ഇതിന്റെ ഒരു വെർഷനാണ്, നിങ്ങളൊരു പുൽക്കൊടി ഇറുക്കുമ്പോൾ ആകാശത്തൊരു നക്ഷത്രം ഒലയുന്നു എന്നൊരു സെൻ പഴമൊഴിയുണ്ട്. കാരണം ഇത് നമ്മൾ എന്ത് ചെയ്താലും പരസ്പരം കണക്റ്റഡ് ആണ്. അത് വാക്കാണ്. വാക്ക് പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കും. അപ്പൊ കാളിയിൽ നിന്ന് തുടങ്ങി നമ്മൾ സത്യത്തിൽ ഇതൊക്കെ പറഞ്ഞു പോയി. കാരണം താരയും മറ്റേ ഭുവനേശ്വരിയും എല്ലാം പറഞ്ഞു പോയി. സാറിന്റെ കാലവും എന്റെ കാലവും കൈയാളുന്നത് കാളിയാണ്. യെസ്. അടുത്ത ചോദ്യം. ചോദ്യമോ അല്ല ചോദ്യം ഉണ്ടോ? ഈ ദശമഹാവിദ്യയില് നമസ്തേജി, നമ്മള് ത്രിപുരയാണല്ലോ ഏറ്റവും മുകളിൽ ഉള്ള സർവേശ്വരിയായിട്ട് കണക്കാക്കപ്പെടുന്നത്.
അങ്ങനെ പറയാവോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഉപാസിക്കുന്ന ദേവതയാണ് ഏറ്റവും സർവേശ്വരി. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും, ഇത് കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പ്രേംജി കറക്റ്റ് ആയിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട്, അദ്ദേഹം മറുപടി പറഞ്ഞുണ്ട്. നിങ്ങൾ ആരാണ് നിങ്ങളുടെ പരദേവത, നിങ്ങളുടെ കുടുംബ ദേവത, അവരെ എല്ലാ ദേവതകൾക്കും മുകളിലായിട്ട് വെക്കുക. കാരണം കാളി തുടങ്ങിയിട്ട് രണ്ടാമതാണ് വരുന്നത് എന്താ പറയാ, താര, പിന്നെ ത്രിപുര സുന്ദരി, ഭുവനേശ്വരി. അപ്പൊ ശ്രീവിദ്യയുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം കണക്റ്റഡ് ആണ്, ഒന്നൊന്നിന് മുകളിലോ താഴെയോ അല്ല. ഈ ഭാവം, അപ്പൊ കാളിയെ ഉപാസിച്ചു പോയിട്ട്, ഇതിന് ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് രാമകൃഷ്ണദേവനെയാണ്. അദ്ദേഹം മറ്റേ ക്രിസ്ത്യൻ വഴിയിൽ പോയി ക്രിസ്തുവായി, ആ രീതിയിൽ ജീവിച്ചു. മറ്റേ സൂഫി വഴിയിൽ പോയി രാധയായി ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്തനങ്ങൾ വളർന്നു, പാല് വരെ വന്നു എന്നാ പറയുന്നത്. ഏത് വഴിക്ക് പോയാലും നമ്മൾ തിരിച്ചറിയുന്നത് എന്തിനെയാണ്? എന്റെ ഉള്ളില് ഞാൻ എന്ന് പറയുന്ന ദേവീ ചൈതന്യത്തെ, ഈശ്വരനെ. അപ്പൊ ഇതിലേ പോയോ എന്നുള്ളതല്ല, എന്ത് ചെയ്ത് എന്തിനെ അറിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ മുകളിലും താഴത്തും ഇല്ല, എല്ലാവരും ഉത്തമരാണ്. നമസ്തേ. അതുകൊണ്ടല്ലേ പറഞ്ഞു നമ്മൾ ഈ ഭാരതത്തിനെ കുറിച്ച് പറയുന്നത്, നമ്മൾ എത്ര ആൾക്കാർ പുറത്തു വന്നാലും എടുക്കുന്നത്. കാരണം നമുക്ക് തന്നെ 30 കോടി ആൾക്കാരുണ്ട്. ഇനി ആര് വന്നാലും പോന്നോട്ടെ എന്നാണ്. കാരണം സ്വീകാര്യതയുടെ ഇതിലും വലിയൊരു മാതൃക നമുക്ക് വേറൊരു രാജ്യത്തിനും കൊടുക്കാനില്ല. എന്തിലും ഈശ്വരനെ കാണും, എന്തിലും ഈശ്വരനെ കാണും. കല്ലിനെ പൂജിച്ചു എന്ന് പറഞ്ഞാൽ, ഇന്ന് ക്വാണ്ടം ഫിസിസ്റ്റുകളോട് ചോദിച്ചാൽ അവർ പറയുന്നത് കല്ലൊക്കെ ചലിക്കുന്നുണ്ട്. അതിലെ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ അവർ പറയുന്ന സാധനങ്ങളൊക്കെ ചലനമാണെല്ലാം. ചലനം 60,000 കിലോമീറ്റർ സ്പീഡിൽ ഭൂമി തിരിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചലനം അനുഭവപ്പെടുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനും എത്രയോ മുകളിലാണ് ഈ പ്രപഞ്ചത്തിന്റെ ചലനം. ആ ചലനത്തെ നിയന്ത്രിക്കുന്ന ചലനത്തെ നമ്മൾ എങ്ങനെ അറിയും? അതുകൊണ്ട് കാലത്തിലേക്ക് പോകണം. കാലത്തിലേക്ക് പോകുമ്പോൾ നിശ്ചലതയെ നമ്മൾ അറിയും. ഒരു ഫാന് വളരെ സ്പീഡിൽ തിരിയുമ്പോൾ അതിനുള്ള കുറ്റി തിരിയില്ല. കുറ്റി തിരിഞ്ഞ ഫാനിന് തിരിയാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ശരീരം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശരീരമല്ല ഇപ്പോഴുള്ള നമ്മുടെ ശരീരം. 7 വർഷം കൂടുമ്പോൾ കംപ്ലീറ്റ് മാറും. പക്ഷെ ശരീരം എന്ന് പറയുന്ന കോശങ്ങൾ മുഴുവൻ കറങ്ങി തിരിയുമ്പോഴും ആ കറക്കത്തിനുള്ളിൽ സർവവ്യാപിയായ കാളിമാതാവ് ചലനമില്ലാതിരിക്കുന്നു. കാരണം ചലിക്കാൻ കഴിയാത്തതിന് കാരണം എന്താ വെച്ചാൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സാധനത്തിന് പിന്നെ എങ്ങടാ ചലിക്കുക? അപ്പൊ ശൂന്യത എന്നൊക്കെ പറയും നമുക്ക് പോണ്ടി വരും. നമ്മൾ അടുത്ത ആഴ്ച തുടങ്ങാൻ പോവാണ്. പ്രേംജി നല്ലൊരു ദിവസമൊക്കെ നോക്കിയിട്ട് തുടങ്ങാമെന്നാണ് പറഞ്ഞത്. കാരണം ഈ കാളിമാതാവിന്റെ തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മൾ സത്യത്തില് എന്താ പറയാ തുടങ്ങിക്കഴിഞ്ഞു. കാരണം ആദ്യ സ്തോത്രം തുടങ്ങിക്കഴിഞ്ഞു. നമ്മള് കടന്നു പോകുന്ന വഴിയും വളരെ അമ്മ തന്നെ രക്ഷിക്കണം. കാരണം ഒരു ദിവസം 8 സ്തോത്രം നമ്മൾ തീർക്കേണ്ടതുണ്ട്. എന്നാലാണ് 21 ദിവസം കൊണ്ട് 153 തീരുള്ളൂ. ഇന്നിപ്പോ നമ്മൾ ഒരു സ്തോത്രം തീർത്തിട്ടില്ല. അപ്പൊ ഇത് ഈ 8 സ്തോത്രത്തിൽ ദിവസത്തിൽ അങ്ങനെ 183 സ്തോത്രത്തിൽ ഏതാണോ നിങ്ങൾക്കുള്ള ഒരു സാധനം കത്തും നമുക്കുള്ളത്, അതിനെ മുറുക്കി പിടിക്കുക. അതുകൊണ്ട് കണ്ണും കാതും ഹൃദയവും തുറന്നിരിക്കുക. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. പ്രപഞ്ച മാതാവായ ആദിപരാശക്തിയും കാളിഭാവത്തിലാണോ? അതാണ് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ആദിപരാശക്തി. ആദിയിൽ പരയായി ഇരുന്ന ശക്തി. എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വാക്കുണ്ട്. അതിനെ നമുക്ക് 3 ആക്കാം. എക്സ് ഈസ് തിങ്. എക്സ് എന്ന് പറഞ്ഞാൽ മുൻപുള്ളത്, ഈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളത്, ടിങ് എന്ന് പറഞ്ഞാൽ മണിയൊച്ച ശബ്ദം. മുൻപുണ്ടായിരുന്നതും ഇപ്പോഴുള്ളതും ഇനി ഉണ്ടാകാൻ പോകുന്നതും ശബ്ദമാണ്. പരാശക്തിയാണ്. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവമാകുന്നു, ദൈവം വചനത്തോടു കൂടിയാകും. എവിടെയാണ് കോംപ്ലിക്കേഷൻ? പ്രേംജിയുടെ വാക്കുകൾ വീണ്ടും കടമെടുക്കുന്നു. നമ്മളൊക്കെ റിപ്പീറ്റ് ചെയ്യേണ്ട സാധനമാണ്. ഡോണ്ട് എവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് പരാശക്തി. മാ എന്ന്, അതുകൊണ്ടാണ് ശ്രീ മാത എന്ന് വെച്ച് തുടങ്ങിയത്. എന്താ, എന്തുകൊണ്ടാണ് സ്പെഷ്യൽ നാമം അവിടെ വെക്കാൻ ഞാൻ? കാരണം ഈ പറയുന്ന എത്രമാത്രം മാതൃഭാവങ്ങളുണ്ട്. വശിന്യാദി വാഗ്ദേവതകളാണ് രചിച്ച് നമുക്ക് തന്നത്. അവരും അമ്മയല്ലേ. ഈ ബണ്ടാസുരനെ കൊല്ലാൻ ഞാൻ പോട്ടെ എന്ന് വെച്ചിട്ട് 7 വയസ്സുകാരി പോണ്ട്. അതിനെ ബാലഭദ്ര എന്ന് പറഞ്ഞ് നമ്മൾ ഉപാസിക്കണം. ഒരു 7 വയസ്സുകാരി ബണ്ടാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോകും. നമ്മുടെ വീട്ടിലൊരു 7 വയസ്സുകാരി വന്നിട്ട് പറയും ഞാൻ ആ ഗുണ്ടേനെ അടിച്ച് കൊല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് പോവും. അപ്പൊ അത് കൊച്ചുകുട്ടിയാണോ? കൊച്ചുകുട്ടിയുടെ ഭാവത്തിൽ വന്നിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലാവാത്ത കുറെ തലങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. പൂതന മോക്ഷം എന്നല്ലേ നമ്മൾ വിളിക്കുന്നത്, പൂതന കൊല എന്നല്ലല്ലോ.
അപ്പൊ ഭഗവാനെ കൊല്ലാൻ വന്ന് മുലപ്പാല് കൊടുത്ത് ആ മുലപ്പാല് വലിച്ചെടുത്ത് പൂതനയ്ക്ക് മോക്ഷം നൽകിയെങ്കിൽ പൂതന എത്ര ഭാഗ്യവതിയാണ്. പക്ഷെ നമ്മൾ ആരും നോക്കിയിട്ടാ പഠിക്കണേ. ഇവിടെ ദേവീഭാവമേ ഉള്ളൂ, ദേവഭാവമേ ഉള്ളൂ. ആ ദേവഭാവം നമ്മുടെ പ്രവൃത്തി കാരണം മറഞ്ഞു പോയിരിക്കുന്നു കാലത്തിന്റെ അഗാധ ഗർത്തത്തിൽ. ആ കാലത്തിന്റെ അഗാധ ഗർത്തത്തിൽ മറഞ്ഞു പോയ അമ്മയെ തിരിച്ചെടുക്കണമെങ്കിൽ കാളിയെ പിടിക്കണം. കാലമാണ്. അപ്പൊ അത് ത്രിപുരേശ്വരി അല്ലെങ്കിൽ ത്രിപുരസുന്ദരിയും ഭുവനേശ്വരി എല്ലാം അത് തന്നെ. ആദിപരാശക്തി ഒക്കെ ആദിപരാശക്തി. നമുക്ക് കൂടുതൽ ഭാവിയിൽ പഠിക്കാം. നിഷേധശേഷവും ജഗദാദശേഷ എന്ന് പറഞ്ഞ സാധനമുണ്ട്. സന്തോഷം. ജ്യോതിമ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഇതിന്റെ ധ്യാനം എന്താ പറയാത്ത? ധ്യാനത്തിന്റെ അർത്ഥം പറയുമോ? ധ്യാനം നമ്മൾ ചെയ്യിച്ചതിന്റെ ആണോ? ഓം സിന്ദൂരാരുണാന്ന് തൊട്ട് അതെന്താ വെച്ചാൽ പറഞ്ഞാൽ നമ്മളിപ്പോ തീരില്ല. നമ്മൾ ക്ലാസ്സിന്റെ ഇടയിൽ അത് പറഞ്ഞു പോകും. കാരണം അത് പെട്ടെന്ന് അതെന്താ വെച്ചാൽ എല്ലാവരും ചൊല്ലുന്നതും പിന്നെ ഞാൻ അതുകൊണ്ടാണ് ഓരോ മറ്റേ സഹനാഭവനത്ത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും ഒന്നിച്ച് പുഷ്ടിപ്പെടട്ടെ, നമ്മൾ തമ്മിൽ വിദ്വേഷം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വരെയിലുണ്ട്. പിന്നെ നമ്മള് ധ്യാനസ്തോത്രം പറഞ്ഞ ഓം സിന്ദൂരാരുണ വിഗ്രഹം ഇതൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഈ ആദ്യത്തെ നാമം തീരലുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിന്റെ ഇടയിൽ അത് പറയും. അത് നമുക്കൊന്ന് വിശദമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം 183 സ്തോത്രങ്ങൾ 21 ദിവസം കൊണ്ട് നമ്മൾ എങ്ങനെ തീർക്കും? പക്ഷെ ഇത് എന്തിനാന്ന് വെച്ചാൽ ലളിതാ സഹസ്രനാമം ഒരു അവയർനെസ് കിട്ടാൻ, പക്ഷെ അതിലൂടെ നിത്യജീവിതത്തിലേക്ക് പ്രയോഗിക്കേണ്ട കുറെ സാധനങ്ങൾ കിട്ടും. ആ നിത്യജീവിതത്തിൽ പ്രയോഗിക്കേണ്ട ഉപായങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അനിത്യമായ ജീവിതത്തിലേക്ക് അത് പോകും. അനന്തമായ ജീവിതത്തിലേക്ക് അമ്മ കൈ പിടിച്ച് നടത്തും. ഒരു തർക്കം വേണ്ട. നമസ്തേ. ഒരുപാട് നന്നായിട്ടുണ്ട്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കോ. എന്റെ കുടുംബക്ഷേത്രത്തിലെ പരദേവത ബാലഭദ്രയാണ്. അപ്പോ ലളിതാ സഹസ്രനാമം വായിക്കുന്നതിന് മുമ്പ് ബാലഭദ്രയുടെ ഏത് സ്തോത്രമാണ് ഇപ്പൊ ഞാൻ ചൊല്ലേണ്ടത്? അതെ, ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോ തന്നെ അതിലെല്ലാ ഭാവവും ഉൾപ്പെട്ടല്ലോ. ലളിതാ സഹസ്രനാമത്തിൽ ഉൾപ്പെടാത്തൊരു ഭാവം ഏതാണ്? കാരണം നമ്മള് ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ മറ്റേ ദൈവമഹാത്മ്യം എന്ന് പറയുമ്പോൾ ദൈവമഹാത്മ്യം നമ്മൾ ശ്രദ്ധിച്ചറിയാൻ മന്ത്രങ്ങൾക്ക് വരികൾക്ക് നീളം കൂടുതലാണ്. ഇനി ചില ആൾക്കാർ നേരെ ദൈവമഹാത്മ്യം കഴിഞ്ഞിട്ടായിരിക്കും ലളിതാ സഹസ്രനാമത്തിലേക്ക് വരിക. ലളിതാ സഹസ്രനാമം തുടങ്ങിയാൽ അല്ലെങ്കിൽ ഈ 1000 നാമത്തില് ഉള്ളിൽ ഏത് ഭാവമാണ് സ്പർശിക്കാത്തത്? ഞാനിപ്പം ഞാൻ സാധാരണ ഞാൻ ചെയ്തു വരുന്നത് എങ്ങനെയാ വെച്ചാൽ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. അത് പറഞ്ഞിട്ട് ധൈര്യമായിട്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അമ്മയോടൊരു പ്രാർത്ഥന വെക്കുക. എന്റെ വഴി ശരിയല്ലേ അമ്മേ, ശരി കാണിച്ചു തരണമേ എന്ന് പറഞ്ഞാൽ അമ്മ അത് കാണിച്ചു തരും. ഇനിയിപ്പോ ഞാനൊരു ഉത്തരം പറഞ്ഞു, വേറൊരാൾ അതല്ല എന്ന് പറഞ്ഞാൽ വീണ്ടും സംശയമായി അല്ലേ? അപ്പൊ എവിടെയാണ് നമുക്ക് തൃപ്തിയും സ്വസ്ഥതയും വരേണ്ടത്? നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് അമ്മയാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നമുക്ക് അമ്മ സ്വസ്ഥത നൽകിയിരിക്കും. സമർപ്പണം എന്ന് പറഞ്ഞൊരു സാധനം അതിന് വേണം. ശരി, താങ്ക് യു. നമസ്തേ ഗുരുജി. ശരി, നമസ്തേ. നമസ്തേ. അങ്ങേ പോലുള്ള കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അങ്ങേ പോലെ ഒരുപാട് പേരേനെ, ഒരുപാട് ഗുരുക്കന്മാരേനെ പ്രേംജി വന്ന് യതീഷ് എന്ന ആ ഒരു ഇതിൽ കൂടെ കൊണ്ടുവന്ന് ഞങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തി തന്നതിനും അങ്ങേ പോലുള്ള മറ്റൊരുപാട് അവിനാഷ്ജി, അതേമാതിരി ശരത്തേട്ടൻ, അതേപോലെ അങ്ങേ പോലുള്ള എല്ലാവരെയും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതിന്, ഇനിയും ഒരുപാട് പേരുണ്ട്, അവരെയൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതിന് പ്രേമേട്ടന് വലിയൊരു നന്ദി പറയണു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ഇതിലേക്ക് ഞങ്ങൾക്ക് വരാനും ഈ ഒരു ക്ലാസ്സിൽ ചേരാനുമുള്ള ഒരു സന്ദർഭം ഉണ്ടായത്. അതുകൊണ്ട് അങ്ങേക്കും പ്രേംജിക്കും എല്ലാം വളരെ വളരെ നന്ദി. സന്തോഷം. എനിക്കും ഒരുപാട് സന്തോഷം. ഇതുപോലുള്ള ഉജ്ജ്വലരായിട്ടുള്ള അമ്മമാരെ കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവുന്നുണ്ടല്ലോ. ഇനി ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് പതുക്കെ അവസാനിപ്പിക്കാം. 10 മണി. ഒരു ചോദ്യത്തിനും കൂടി അവസാനിപ്പിക്കാം. നമസ്കാരം ജി.
ഈ ലളിതാ സഹസ്രനാമം എന്നും ചൊല്ലേണ്ട ആവശ്യമുണ്ടോ? അതോ ഓരോ സ്തോത്രവും 108 പ്രാവശ്യം ചൊല്ലിയാല് മതിയാവോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എനിക്കറിയാം അതാപത്ത ക്വസ്റ്റ്യൻ ആണെന്നറിയാം. അതായത് എന്നും ഫുള്ള് ചൊല്ലണമെന്നാണോ ചോദ്യം? അതെ അതെ. എന്നും ഫുള്ള് ചൊല്ലാൻ കഴിയാറുണ്ടോ? സമയം കിട്ടാറില്ല. മുമ്പൊക്കെ എന്നും ചെല്ലുമായിരുന്നു. ഇപ്പൊ അങ്ങ് ഭയങ്കര ടൈറ്റ് ആയിരിക്കുന്നു. ഞാൻ ശ്രീവിദ്യയിലും ഉണ്ട്. അപ്പൊ പൂജയൊക്കെ കഴിഞ്ഞു വരുമ്പം ഇതും കൂടെ ചൊല്ലാനായിട്ട് സമയം കിട്ടാറില്ല. അതാണ്. അല്ല, ശ്രീവിദ്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ അമ്മയ്ക്കുള്ള പൂജ തന്നെയല്ലേ? അത് മതിയല്ലേ? അത് എന്താന്ന് വെച്ചാല് നമ്മുടെ ഉള്ളിലെ സംശയങ്ങൾ നമ്മളെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മ എന്ന് പറയുന്ന സ്വസ്ഥതയുടെ പുറത്താ. തൃപ്തി, നിത്യതൃപ്തായ എന്ന് പറഞ്ഞ സാധനം, തൃപ്തി എന്ന് പറഞ്ഞൊരു സാധനം വരിക നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ എന്തിനാണ് ശ്രീവിദ്യ പഠിക്കുന്നത്? എന്തിനാണ് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത്? എന്തിനാണ് ദൈവമാത്മ്യം വായിക്കുന്നത്? നമുക്ക് സന്തോഷവും തൃപ്തി ഉണ്ടാവാനല്ലേ. അപ്പൊ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണെന്നും തൃപ്തി നഷ്ടപ്പെട്ടാൽ അവിടെ അമ്മയുടെ ആ ഒരു ഭാവത്തിനെതിരല്ലേ അത്. അതെ. അല്ല, മുമ്പ് ഞാൻ എന്നും ചൊല്ലുമായിരുന്നു. അത് ചൊല്ലിയാണ് അമ്മ തന്നെയാണ് ശ്രീവിദ്യ വഴിയിലോട്ട് കൊണ്ട് പോയത്. അത് കഴിഞ്ഞ് ഭഗവതിയുടെ ചൊല്ലാതിരുന്നപ്പം പിന്നെ ഈ ക്ലാസ്സിലൂടെ വന്നപ്പം ചൊല്ലേണ്ടതല്ലേ എന്നൊരു സംശയം. പേരെന്താണ്? നമ്മുടെ പേരെന്താണ്? ദീപ്തി. ഇവിടെ കിടക്കുന്ന ഒരു പ്രശ്നം എന്താ അറിയോ? ലളിതാ സഹസ്രനാമം നിർത്തിയതിന്റെ ചെറിയൊരു വിഷമം ഉള്ളിൽ ഉറങ്ങി കിടക്കുന്നുണ്ട്. അതെ അതെ. അതാണ് ഈ ചോദ്യത്തിന്റെ പുറകിലുള്ളത്. ആ വിഷമം കിടക്കുന്നുണ്ടെങ്കിൽ അത് ജപിക്കുക, അത് ചൊല്ലുക. അത് പൂർണ്ണമായി പോയിട്ടുണ്ടെങ്കിൽ ഇനി ശ്രീവിദ്യ ചെയ്താലും അമ്മയിലേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് നാമം തന്നെ പറഞ്ഞു കഴിഞ്ഞു, താ മാ ശ്രീ. അമ്മേ ശ്രീ ഐശ്വര്യം തന്നാലും അത് ലഭിക്കാൻ വേണ്ടിയിട്ടല്ലേ ശ്രീവിദ്യ ചെയ്യുന്നത്. എന്നിട്ട് അപ്പുറത്ത് ശ്രീവിദ്യയുടെ തന്നെ, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമത്തിന്റെ അടങ്ങിയിട്ടുള്ളതാണല്ലോ ശ്രീവിദ്യം. അമ്മയെ തന്നെ ഇപ്പുറത്ത് വായിച്ചിട്ടില്ലെങ്കിൽ വിഷമം എന്ന് പറഞ്ഞാൽ അപ്പൊ അത് പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് കയറാൻ ഒരു മടി കാണിക്കുന്നുണ്ട് എന്നല്ലേ അർത്ഥം. ശ്രീവിദ്യ പൂർണ്ണമാണ്. ശ്രീവിദ്യയിലൂടെ അമ്മയെ പൂർണ്ണമായിട്ട് കിട്ടും. വീട്ടിന്റെ വടക്കുവാത്ത ഡോറിൽ കൂടെ കയറിയാൽ വീടിന്റെ അകം കാണാൻ കഴിയില്ലേ? മുന്നുകൂടെ കയറിയാലും കയറാം, പിന്നുകൂടെ കയറിയാലും. വീട്ടിന്റെ അകത്ത് കയറി ഒക്കെ നോക്കി കണ്ടൂടെ? അയ്യോ, ഞാൻ വടക്ക് ഭാഗത്ത് കൂടെയാണ് കയറേണ്ടത്, അതുകൊണ്ട് ഇനിയിപ്പോ വീട് കുറച്ച് കാണിച്ചു തരില്ല എന്ന് പറഞ്ഞ പോലെയാണുള്ളത്. അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അമ്മ വാത്സല്യനിധിയാണ്. ശ്രീവിദ്യയിലൂടെ വന്നാലും ലളിതാ സഹസ്രനാമത്തിലൂടെ വന്നാലും ദൈവാത്മ്യത്തിലൂടെ വന്നാലും ഏതിലൂടെ വന്നാലും അമ്മ സന്തോഷിക്കും. കാരണം അമ്മ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലുള്ളത് അമ്മയാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ. അമ്മയെ പിടിച്ചിട്ടുണ്ടല്ലോ, അമ്മയെ നമ്മൾ പിടിക്കാൻ ശ്രമിക്കണ്ട. നമ്മുടെ കൈ നമ്മുടെ കയ്യിൽ കൊടുക്കുക. നമ്മള് പിടിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ കൈ ലൂസായി പോകും. ഒരു ചെറിയ കുട്ടി പൂരപ്പറമ്പിൽ പോകുന്ന സമയത്ത് അച്ഛന്റെ കൈ പിടിക്കാൻ ശ്രമിച്ചാൽ തിരക്കുണ്ടെങ്കിൽ അവന്റെ കൈ വിട്ടു പോകും. പക്ഷെ അവൻ അച്ഛനോട് പറയണം, നിന്റെ കൈയാണ് പിടിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ അവൻ എതിരെ വേണേ പോവാം. കൈ ആരുടെ കയ്യിലാ? അച്ഛന്റെ കയ്യിലാ. അതുപോലെ അമ്മയിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കുക. ഒരു പേടിയും വേണ്ട. അമ്മ നമ്മളെ കൊണ്ട് പറക്കും. സന്തോഷം. നമസ്തേ. നമസ്തേ. അപ്പൊ നമുക്ക് അവസാനിപ്പിച്ചാലോ? അപ്പൊ എല്ലാവർക്കും അല്ല, ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഞാൻ എല്ലാ ലളിതാ സഹസ്രനാമം വർഷങ്ങളായി ചൊല്ലുന്നതാ. അത് ഇന്ന് ചെയ്ത ദേവി മഹാത്മ്യം എല്ലാം ഒന്നും വായിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാലും മൊത്തം പലവട്ടവും വായിച്ചിട്ടുണ്ട് ആ ചിട്ടപ്രകാരം. അപ്പോ പിന്നെ പറ്റുന്നത് 11-ാം അധ്യായമായ നാരായണ സ്തുതി അങ്ങ് ചൊല്ലും. അപ്പൊ എല്ലാം ആയിന്നുള്ള വരും. പക്ഷെ കൊച്ചിലെ മുതല് 12-ാം അധ്യായം ഭാഗവതം ചൊല്ലണോന്ന് വീട്ടിൽ പറയുമായിരുന്നു. ഭാഗവതത്തിന്റെ 12-ാം അധ്യായം ഇപ്പൊ വിഷ്ണു സഹസ്രനാമം പോലും ചൊല്ലാൻ പറ്റുന്നില്ല. മറ്റേ എല്ലാ വ്യാഴാഴ്ച മസ്റ്റായിട്ട് ചൊല്ലുന്ന വിഷ്ണു സഹസ്രനാമം. എനിക്കതൊരു വിഷമം. ഭഗവാന് സ്ഥിതിയിലാണല്ലേ വിഷ്ണു. അപ്പൊ അമ്മ ഒരു ഗുണവും കുഴപ്പം എന്താ വെച്ചാ, നമുക്ക് നല്ല വിശപ്പുണ്ട്, കുറെ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട്. എന്ത് കഴിച്ചാലും ഇവിടെ വിശപ്പ് മാറും.
എന്നിട്ട് വിശപ്പ് മാറിക്കഴിഞ്ഞിട്ട് അയ്യോ അത് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ലോ എന്ന് വെച്ചാൽ വയറെന്ത് പറയും? അതുപോലെ ഇതിനെ ഞാൻ ഭക്ഷണത്തെ ഉദ്ദേശിച്ച ഭക്ഷണം, പ്രകാശത്തെ ക്ഷണിക്കലാണ് ഭക്ഷണം. അപ്പൊ അമ്മയുടെ മനസ്സിലേക്ക്, ആത്മാവിലേക്ക്, ബോധത്തിലേക്ക് പ്രകാശത്തെ ക്ഷണിക്കാൻ, അത് വിഷ്ണുദാസരാമായാലും അതെ, ശിവസ്തോത്രമായാലും അതെ, ദേവി ആയാലും അതെ, എല്ലാം ഒരേ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇത് അറിഞ്ഞത് ജപിക്കുമ്പോ ഏത് ചൊല്ലിയാലും എല്ലാറ്റിലേക്കും എത്തിക്കും. ഒരു ഭയവും വേണ്ട. അല്ല അതൊരു പിന്നെ ഒരു എന്താ പറയുന്ന ഉള്ളിൽ എന്നോട് ചോദിച്ചു, കൃഷ്ണനും ഞാന് അല്ല മുരുകനും ഞാന് ഇങ്ങനെയുള്ള ഒരു സെന്റൻസ് എനിക്ക് പറഞ്ഞു. എന്റെ ഉള്ളിൽ നിന്ന് കേട്ടു, ഞാൻ ചെവിയിൽ നിന്ന് ഇങ്ങനെ കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ വല്യച്ഛനും ഒക്കെ എല്ലാ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് ചൊല്ലണം, 12-ാം അധ്യായം ഭാഗവതത്തിലേന്ന്. അങ്ങനെ കൊച്ചിലെ ചൊല്ലി വന്നിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തെ പറ്റുന്നില്ലല്ലോ. വിഷ്ണു സഹസ്രനാമം അതൊന്നൊരു പ്രശ്നമേ അല്ല. ഇതൊന്നും അറിയാത്തപ്പോ നിസർഗദത്ത മഹാരാജ് എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ വെച്ചാൽ എനിക്കറിയില്ല. കേട്ടിട്ടില്ല. അദ്ദേഹം വീഡിയോ എടുക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ഇതൊന്നും അറിയാതെ, ഇതൊന്നും വായിക്കാതെ അങ്ങോട്ട് അപ്പുറത്തേക്ക് കിടന്ന ആളാണ്. ഏത് ഭാവത്തിൽ നമ്മളിത് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. എന്ത് ചെയ്താലും ഭാഗവതം വായിക്കണം തോന്നുകയാണെങ്കിൽ വായിക്കുക, വായിക്കണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വായിക്കണ്ട. പക്ഷെ ഉള്ളിലൊരു പ്രാർത്ഥന വയ്ക്കുക, ഭഗവാനെ കൂടെ ഉണ്ടാകണേ, അമ്മേ ദേവിയെ കൂടെ ഉണ്ടാകണമേ, ബാക്കി എല്ലാം സംഭവിച്ചോളും. ഇങ്ങനെ പറയാറുണ്ട്, ഭഗവാനെ അതിലങ്ങോട്ട് ഉറക്കുക, അതങ്ങോട്ട് ചെയ്യാം. ഒരു അതിൽ സംശയം ഉറക്കുക, ചെയ്യുക. നമസ്തേ. സംശയം ചോദിച്ചോട്ടെ? ആ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ശ്വാസം എടുത്തുകൊണ്ട് ദേവിയുടെ നാമം ചൊല്ലണം, അത് കഴിയുമ്പോ വിടണോന്ന്. അപ്പൊ അത് ശ്വാസം എടുത്തുകൊണ്ട് ചൊല്ലുമ്പോ വിടാൻ വേണ്ടി നോക്കുമ്പോ നമ്മൾ ചൊല്ലി തീരുമ്പോ തന്നെ തനിയെ പോയിട്ടുണ്ടാകും. അത് പോയിക്കോട്ടെനെ, അത് പോയിക്കോട്ടെ. നമ്മൾ അതിന്റെ മുകളിൽ ഒരു സാധനം, ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോ ആദ്യം തന്നെ അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ പ്രാക്ടീസ്. നമ്മൾ ആദ്യം ചൊല്ലുന്ന സമയത്തുള്ള സ്പീഡ് അല്ലല്ലോ ഇപ്പോ. അന്ന് ഭവാനി ഹാരിക എന്ന് വായിക്കാൻ നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. സംസാര ഭംഗ നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത എന്ന് പറയാൻ നമ്മൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പൊ അത് പറയുന്നുണ്ട്. ഞാനത് ശ്രീമാത ശ്രീ മഹാരാജ്ഞി അത് ആ ലൈൻ മൊത്തം ചൊല്ലി കഴിയുമ്പോഴേ ശ്വാസം അറിയാതെ തന്നെ പോവുക. അത് പോയിക്കോട്ടെ. പിന്നെ അത് ശ്വാസത്തിലേക്ക് ആ മന്ത്രം ലയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കും ഞാനൊന്ന് എന്താ വെച്ചാൽ ഒന്ന് ശ്വാസം അകത്തേക്ക് എടുക്കുക, എന്നിട്ട് ശ്രീമാത്ര ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിരഗ്നിയുണ്ട സംഭൂത ദേവകാര്യ സമുദ്ധിത കഴിഞ്ഞു. ഇനി അടുത്തത് എടുക്കുക, എന്നിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ചൊല്ലുന്ന സമയത്ത് പുറത്തേക്ക് പോയിക്കോട്ടെ. അത് ആദ്യം പറ്റിക്കൊള്ളണമെന്നില്ല, പതുക്കെ ചെയ്യുക. അതിന് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനെ ഒരു ടെൻഷനും വേണ്ട, നമുക്ക് പറ്റിയിട്ടുള്ളതല്ല. അപ്പൊ പഴയതുപോലെ തന്നെ ചെല്ലുക. സാധനകൾ വിഷമമാകരുത്, സാധന നമ്മൾ ഉണർത്തുകയേ വേണ്ടേ. ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് ഗുരുജി ഒരു സംശയം ചോദിച്ചോട്ടെ? പിന്നെ ഞാൻ ദേവി മഹാത്മ്യത്തിന്റെ 5-ാം അധ്യായവും അതുപോലെ 11-ാം അധ്യായം ചൊല്ലും, പിന്നെ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നുണ്ട്. എല്ലാം കൂടി ചൊല്ലാൻ സമയം കിട്ടത്തില്ല, അത് മാത്രം ചൊല്ലിയാൽ മതിയോ? നമുക്ക് എന്താണോ സന്തോഷം നൽകുന്നത് അത് ചെല്ലുക. നമ്മൾ കുറച്ച് സമയം, ഇപ്പൊ ഞാൻ കുട്ടികളോട്, അമ്മമാരോട് ചോദിക്കാറുണ്ട്, ലളിതാ സഹസ്രനാമം ഫുള്ള് ചൊല്ലണം എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികൾ അത് ചെയ്യും? നമ്മുടെ മക്കളെ കൊണ്ട് ചൊല്ലിക്കണം, 1000 നാമം ചൊല്ലിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ? അപ്പൊ മക്കളിലേക്ക് നമ്മൾ എന്താ ചെയ്യുക? ഫുള്ള് മരുന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ കൊടുക്കില്ലേ? അപ്പോ ഇത് ചില ആചാര്യന്മാര് പറയും, ഇത് ചൊല്ലിയാൽ പൂർത്തിയാകാതെ നിർത്താൻ പാടില്ല എന്ന് പറയും. അങ്ങനെ പറയുന്നവർ അങ്ങനെ പറഞ്ഞോട്ടെ, അത് അവരുടെ രീതി. എന്നെ ഇതിലേക്ക് വലിച്ചിട്ടത് ഞാൻ പതുക്കെ തുടങ്ങിയിട്ടാണ്. എന്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് ഇത് ഫുള്ള് കണ്ടപ്പോ അയ്യോ 1000 നാമം എങ്ങനെ വായിച്ചെത്താനാ, ഞാൻ പതുക്കെ 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 തുടങ്ങി. ഞാൻ ചിലപ്പോൾ ഒരു 100 നാമം ജപിക്കും, 150 നാമം ജപിക്കും. അങ്ങനെ അങ്ങനെ എന്നെ അമ്മ അതിലേക്ക് വലിച്ചിട്ടിട്ടു. അപ്പൊ വലിച്ചിട്ടത് അത് ചൊല്ലല് മാത്രമല്ല, എന്നെ കൊണ്ട് അതിനെ കുറിച്ച് പുസ്തകങ്ങൾ ചെയ്യിച്ചു. ഇവിടെയും നമ്മൾ പ്രേംജി പറയുന്ന ഡയലോഗ് വീണ്ടും റിപ്പീറ്റ്: ഡോണ്ട് എവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ്
പരാശക്തി. മക്കളെ വായിപ്പിക്കണം എന്ന് പല അമ്മമാർക്കും താല്പര്യമുണ്ട്, നടക്കില്ല. കാരണം അവർ 1000 നാമം ഒന്നിച്ച് വായിക്കില്ല. പക്ഷെ ശ്രീമാതാ താ മാ ശ്രീ എന്ന് പറഞ്ഞാൽ ശ്രീമാതാവായിട്ടുള്ള അമ്മ അവരതിലേക്ക് വലിച്ചിടിക്കില്ലേ? ഞാൻ പറഞ്ഞ ലോജിക്കലി ആണ് കേട്ടോ. നമ്മളോട് പറഞ്ഞു തന്ന ആരൊക്കെ ഗുരുക്കന്മാര് പറഞ്ഞു തന്നിട്ടുണ്ടോ അതൊക്കെ ഞാൻ വിട്ടു. നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ നമ്മളിത് തുടങ്ങുമ്പോ ആദ്യം അയ്യോ ഇത്രയും വായിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേശ്ശെ തുടങ്ങിയിട്ടല്ലേ ഇപ്പൊ ഫുള്ള് ചൊല്ലാൻ തുടങ്ങിയത്. ഇതുകൊണ്ടാണ് കുഞ്ഞുങ്ങളിലേക്ക് പല പഠനങ്ങളും എത്താത്തത്. കാരണം ഇത് ഫുള്ള് ചൊല്ലണം ഇല്ലെങ്കിൽ ദോഷം ഉണ്ടാവും നമ്മൾ പഠിച്ചു വെച്ച് അതേ സാധനം മക്കളിലേക്ക് കൊടുക്കുമ്പോ അവര് ചൊല്ലുവോ? നമ്മളെ എന്തെങ്കിലും ചെയ്ത് ദ്രോഹിക്കാനുള്ള ആളാണോ അമ്മ? അമ്മയല്ലേ? നമസ്തേ ശ്രീമാതാ. അപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നമ്മൾ എന്താ പറയുക, ഇന്ന് ക്ലാസ് അങ്ങോട്ട് തുടങ്ങിയപ്പോ നമ്മൾ സ്തോത്രം തുടങ്ങിയപ്പോ ആ രീതി മാറി, സമയവും പോയി, ആളുകളുടെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ള ആത്മബന്ധുക്കൾ ചോദ്യം കൂടുതലും ചോദിക്കാൻ തുടങ്ങി. അപ്പൊ കൂടുതൽ ചോദ്യം ഇനി നമുക്ക് എന്താ വെച്ചാൽ സ്തോത്രങ്ങൾ കഴിഞ്ഞ് അതിന്റെ ഇടയിൽ ഒരു ദിവസം നമുക്ക് ചോദ്യങ്ങൾക്ക് മാത്രമായിട്ട് 1-2 മണിക്കൂർ ഉണ്ടാവും. അപ്പൊ നമ്മൾ 7 മണിക്ക് തുടങ്ങി 9 വരെ ഉണ്ടാകുമെങ്കിലും നിങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടില്ലെങ്കിലും മറ്റേ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും, ആപ്പിലൂടെ കയറി കാണാം, എന്നിട്ട് ചോദ്യങ്ങളാവാം. അപ്പൊ നമ്മൾ ഇതിലേക്ക് കാലെടുത്ത് വെക്കുക എന്നുള്ളതാണ് ബാക്കിയൊക്കെ. അതുകൊണ്ട് കാലത്തിന്റെ മാതാവിന് വിട്ടുകൊടുക്കുന്നേ. വിട്ടുകൊടുത്ത എല്ലാം നടക്കും, വിട്ടുകൊടുത്തില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അല്ലെങ്കിൽ പിന്നെ വിട്ടുകൊടുക്കാതെ നമ്മൾ പൂർണ്ണമായിട്ട് ചെയ്യണം. എവരിഡേ ക്ലാസ് ഉണ്ടാവും. 21 ദിവസം ഒന്നിച്ചു പോകാനാണ് ഉദ്ദേശം. അത് ചിലപ്പോൾ 1-2 ദിവസം ഈ പറഞ്ഞതുപോലെ ചില ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 1-2 ദിവസമൊക്കെ ഉണ്ടാവും. പക്ഷെ 21 ദിവസം കൊണ്ട് തീർക്കാനാണ് ഉദ്ദേശം. അതിന്റെ ഇടയിൽ വല്ല ബ്രേക്കും വന്നാൽ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറും, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ റെഗുലറായി പോയി തീർക്കാനുള്ള മറ്റേ എന്താ വെച്ചാൽ നമ്മളിത് നീണ്ടു പോകുമ്പോ ശനിയാഴ്ച ഞായറാഴ്ച ആയിട്ട് മാത്രം ചെയ്യാനായിരുന്നു ആദ്യം പ്രേംജി ഞങ്ങളെ കൂടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ 183 സ്തോത്രം ശനി ഞായർ കഴിഞ്ഞിട്ട് എന്ന് തീരാനാണ്? ഒരു 21 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യും. അതിന്റെ ഇടയിൽ ക്ലാസ്സിൽ മിസ്സാവുന്നവർക്ക് മറ്റേ ആപ്പിൽ കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദ്യങ്ങളുമായിട്ടിരിക്കും. അപ്പൊ ആ സാധനം കഴിഞ്ഞു, പിന്നെ അത് ചെയ്യുന്ന സമയത്ത് വീണ്ടും കുറെ കാര്യങ്ങൾ കയറി വരും. അത് സംശയമല്ല കേട്ടോ, നമ്മുടെ ഗ്രോത്ത് ആണേ. കാരണം ഗ്രോത്തിലേക്ക് സംശയമല്ലേ കൊണ്ടുപോകുക. ഇങ്ങനെ ചെയ്താൽ ശരിയാകുമോ എന്നുള്ള ചോദ്യം. പിന്നെ നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമ്മളോടൊരു ചോദ്യം, എന്റെ റിക്വസ്റ്റ് ആണ്, നമ്മളോടൊരു ചോദ്യം വെക്കുക. ആം ഐ സാറ്റിസ്ഫൈഡ്? തൃപ്തിയുണ്ടെങ്കിൽ അമ്മ കൂടെയുണ്ട്. അമ്മയിലേക്ക് കാലം അമ്മയാണെങ്കിൽ കാലത്തിന് വിട്ടുകൊടുക്കുന്നേ, എന്നിട്ട് വേണ്ടത് ചെയ്യൂ. ഒരു മാങ്ങയുടെ ഇത് കുത്തിയിട്ടാൽ അത് മുളയ്ക്കാൻ ഒരു സമയം വേണ്ട. എന്നിട്ട് ഇന്ന് കുത്തിയിട്ടിട്ട് നാളെ മാന്തി വെക്കിയാൽ മുളയ്ക്കുവോ? ഇരുട്ടിലാണ് എല്ലാ സൃഷ്ടിയും നടക്കുന്നത്. മാങ്ങാണ്ടി കുത്തിയിട്ട് ഇരുട്ടിലാണ് മുളയ്ക്കുക. നമ്മളും അമ്മയുടെ ഗർഭപാത്രത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പൊ ഇരുട്ടിന്റെ കാലത്തിന്റെ ഈശ്വരിയാണ് അമ്മ. അതിനെ മനസ്സിലാക്കിയാലാണ് കാളി മഹാകാളിയും ഭദ്രകാളിയും ആകും. അമ്മ നോക്കും, അമ്മ നോക്കിക്കോളും. അമ്മയ്ക്കേ നോക്കാൻ കഴിയൂ. കൈ പിടിക്കണേന്നല്ല, മൊത്തം പിടിച്ചിരിക്കണം അമ്മ. അമ്മയാണ് നമ്മളെ പിടിച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ പിടിച്ചോളാൻ പറയാം. സത്യത്തിൽ ആദ്യത്തെ ക്ലാസ് ആണെന്ന് ചോദിച്ചാൽ സ്തോത്രം വെച്ച് ആദ്യത്തെ ക്ലാസ് ആണെന്ന്. പക്ഷെ നമ്മള് ഒഫീഷ്യലി ഇനിയിപ്പോ എന്താ വെച്ചാൽ 8 സ്തോത്രം ഒരു ദിവസം ചെയ്യണമെങ്കിൽ ബാക്കി 7 സ്തോത്രം നമ്മൾ തുടങ്ങും. ഇതിനെ ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകും. ഇതിൽ കയറേണ്ടവർക്ക് ഇത് വീഡിയോ യൂട്യൂബിൽ നാളെ ആയിട്ട് കയറും. അപ്പൊ അത് കാണുകയും ചെയ്യാം. നമസ്കാരം. അതുകൊണ്ടാണ് സ്തോത്ര വൈസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒന്ന് പരത്തി എന്താണ് ലളിതശാസ്ത്രം എന്നൊക്കെ പറഞ്ഞില്ല. പക്ഷെ ഇന്ന് നമ്മൾ ആദ്യ സ്തോത്രം എടുത്തിട്ടാണ് 5 നാമം. 5 നാമത്തിലെ കാളി തന്നെ ഇത്രയും വിപുലമാണ്. എന്നിട്ട് അതിനെ വെറുതെ ഒന്ന് സിംഹാസനത്തിലേക്കും മഹാരാജ്ഞിയിലേക്കും കണക്ട് ചെയ്തേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അമ്മ രക്ഷിക്കട്ടെ. അമ്മ കൂടെയുണ്ട്. നാളെ മുതൽ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്ന കാലത്തെ സമയത്തെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുക. അമ്മ നമ്മളെ ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്കത് മനസ്സിലാവാത്തതേ കുഴപ്പമുള്ളൂ. മനസ്സിൽ അപ്പൊ ശ്രീമാത നമസ്തേ ഗുരുജി. നമസ്തേ നമസ്തേ നമസ്തേ. എല്ലാ സംശയങ്ങളും നമസ്തേ ഗുരുജി. നമസ്തേ ഗുരുജി. താങ്ക് യു സോ മച്ച്. നമസ്തേ ഗുരുജി. നമസ്തേ 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 ഗുരുജി. നമസ്തേ നമസ്തേ നമസ്തേ.
ധന്യവാദः ഗുരുജി. അതെ, ആരാണ് പ്രോഗ്രാം നിർത്തേണ്ട ആളെന്ന് വെച്ചാൽ അറിയില്ല. ആരാ ഗൂഗിളുണ്ടോ? നമ്മുടെ സുജിത്തുണ്ടോ? ഗുരുവേ ശരണം. നമസ്കാരം. എല്ലാ നമസ്കാരം അമ്മയ്ക്കിരിക്കട്ടെ. ശ്രീമാതായേ നമഃ. നമസ്തേ ഗുരുജി. നമസ്തേ ജി. നമസ്തേ നമസ്തേ.